ഓം ശാന്തി. ഓം ശാന്തി. ഇന്ന് 27/6/2025. बाबा कहते हैं, मीठे बच्चे, तुम्हारा टाइम बहुत वैल्यूबल है, इसलिए फालतू बातों में अपना ടൈം വേസ്റ്റ് മത്ത് കരോ. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് വ്യർത്ഥമായ കാര്യങ്ങളിൽ നിങ്ങളുടെ ഈ സമയം നിങ്ങൾ വേസ്റ്റാക്കരുത്, നഷ്ടപ്പെടുത്തരുത് എന്ന് ബാബ പറയാം. കാരണം നിങ്ങൾ കുട്ടികളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. ബാബ ചോദ്യം ചോദിക്കാണ്, മനുഷ്യ സേ ദേവത ബന്നേ കെ ലിയേ ബാപ്പ് കി കോൺ സി ശ്രീമത് മിലി ഹുയി ഹെ. അതായത് ബാബ ചോദിക്കാണ്, മനുഷ്യനിൽ നിന്നും ദേവതയായിട്ട് മാറുന്നതിന് വേണ്ടി ബാബ ഏതൊക്കെ ശ്രീമതമാണ് ബാബയിൽ നിന്ന് ഏതൊക്കെ ശ്രീമതമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് ബാബ ചോദിക്കാം. ഉത്തരം, ബച്ചേ, തും ജബ്കി മനുഷ്യ സേ ദേവത ബൻതേ ഹോ तो कोई ആസുരി സ്വഭാവ് നെഹി ഹോന ചാഹിയെ. ബാബ പറയാണ്, കുട്ടികളെ,
നിങ്ങൾ മനുഷ്യനിൽ നിന്ന് ദേവതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ബാബ പറയാണ്, നിങ്ങളിൽ നിന്നും ഒരു തരത്തിലുള്ള ആസുരീയ സ്വഭാവവും ഉണ്ടാകരുത്. അപ്പോൾ ബാബ ഓരോരോ പോയിന്റ് ആയിട്ടാണ് പറയുന്നത്. ആദ്യം പറയുന്നത് നിങ്ങളിൽ നിന്നും ഒരു ആസുരീയ സ്വഭാവവും ഉണ്ടാകരുത്. സെക്കൻഡ് പോയിന്റ് ആയിട്ട് ബാബ പറയാ, കോയി പർ ക്രോധ് നെഹി കർണാഹെ, അതായത് ആരുടെ അടുത്തും ക്രോധിക്കരുത്. തേർഡ് പോയിന്റ് ബാബ പറയാ, കിസ്കോബി ദുഃഖ് നെഹി ദേനാഹെ, അതായത് ആർക്കും ദുഃഖം കൊടുക്കരുത്. അടുത്ത പോയിന്റ് ബാബ പറയാ, കോയി ബി ഫാൽത്തു ബാത്തേം കാൻസെ നെഹി സുന്നിഹെ, അതായത് യാതൊരു തരത്തിലുള്ള വ്യർത്ഥമായ കാര്യങ്ങള് നിങ്ങൾ കാതിലൂടെ കേൾക്കരുത്. ഈ 4 കാര്യങ്ങളാണ് ബാബ പറയുന്നത്. അതായത് ഒന്ന്, നമ്മളിൽ നിന്നും ഒരു തരത്തിലുള്ള ആസുരീയ സ്വഭാവവും ഉണ്ടാകരുത്, ആരുടെ അടുത്തും ക്രോധിക്കരുത്, ആർക്കും ദുഃഖം കൊടുക്കരുത്, അതുപോലെ വ്യർത്ഥമായ കാര്യങ്ങൾ കേൾക്കരുത്. ബാബ് കി ശ്രീമത് ഹേ ഹിയർ നോ ഇവിൾ, അതായത് ബാബയുടെ ശ്രീമതമാണ് മോശമായത് കേൾക്കരുത്. ഓം ശാന്തി. ഓം ശാന്തി. तुम बच्चों का बैठना सिंपल है, कहाँ भी बैठ सकते हो. അപ്പം ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾക്ക് വളരെ ലളിതമായ രീതിയിൽ ഇരിക്കാം, അല്ലേ? എവിടെ വേണമെങ്കിലും ഇരിക്കാം. ചാഹെ ജംഗൽ മേം ബൈഠോ, പഹാടി പർ ബൈഠോ, ഘർ മേം ബൈഠോ, യാ കുട്ടിയാ മേം ബൈഠോ, കഹാം ബി ബൈഠ് സക്തേ ഹോ. ബാബ പറയാണ്, അതായത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം, വളരെ സിമ്പിളായിട്ടിരിക്കാം. അതായത് നിങ്ങൾക്ക് ഇപ്പം കാട്ടിലിരിക്കണോ, അതോ പർവ്വതത്തിന് മുകളിലിരിക്കണോ, അല്ലെങ്കിൽ വീട്ടിലിരിക്കണോ, അല്ലെങ്കിൽ കുടിലിരിക്കണോ, എവിടെ വേണമെങ്കിലും ഇരിക്കാൻ കഴിയുമെന്ന് ബാബ പറയാം. ഏസേ ബൈഠ്നേസേ തും ബച്ചേ ട്രാൻസ്ഫർ ഹോത്തേ ഹോ. ബാബ പറയാണ്, ഇങ്ങനെ ഇരുന്നു കൊണ്ട് തന്നെയാണ് നിങ്ങൾ കുട്ടികൾ ട്രാൻസ്ഫർ ആകുന്നത്. तुम बच्चे जानते हो अभी हम मनुष्य भविष्य के लिए देवता बन रहे हैं. ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾക്കറിയാം, അതായത് ഇപ്പൊ നമ്മൾ മനുഷ്യരാണ്, ഭാവിയിൽ നമ്മൾ ആരായി മാറുകയാണ്? ദേവതയായിട്ട് മാറുകയാണ്. ഹം കാണ്ടോം സെ ഫൂൽ ബൻ രഹേ ഹെ. ബാബ പറയാണ്, നമ്മൾ കുട്ടികൾ മുള്ളിൽ നിന്നും പുഷ്പമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ബാബ ഭഗവാൻ ബി ഹേ മാലി ബി ഹേ. ബാബ ആരാണ്? തോട്ടത്തിന്റെ ഉടമസ്ഥനുമാണ്, അതുപോലെ ഉദ്യാനപാലകനുമാണ്, രണ്ടുമാണെന്ന് പറയാ ബാബ. ഹം ബാപ്പ് കോ യാദ് കർണേ സേ ഓർ 84 കാ ചക്ര ഫിരാനേ സേ ട്രാൻസ്ഫർ ഹോ രഹേ ഹേ. അപ്പൊ ബാബ പറയാണ്, നമ്മൾ കുട്ടികൾ ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ എന്താണ്, അതായത് ബാബയെ ഓർമ്മിക്കുന്നുമുണ്ട്, അതുകൂടാതെ 84 ജന്മത്തിന്റെ ചക്രം കറക്കുന്നുണ്ട്, അതിലൂടെ നമ്മൾ ട്രാൻസ്ഫർ ആയി മാറുന്നു എന്ന് ബാബ പറയാം. യഹാം ബൈഠോ ചാഹേ കഹാം ബി ബൈഠോ തും ട്രാൻസ്ഫർ ഹോത്തേ ഹോത്തേ മനുഷ്യ സേ ദേവത ബൻതേ ജാത്തേ ഹോ. അപ്പൊ ബാബ പറയണ, നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ, അതായത് മധുബനില് ഇല്ല, നിങ്ങൾ എവിടെ വേണമെങ്കിലും ഇരുന്നോളൂ, അങ്ങനെ നിങ്ങൾ ട്രാൻസ്ഫർ ആയി മനുഷ്യനിൽ നിന്നും ദേവതയായിട്ട് മാറുക തന്നെ ചെയ്യുന്നു ബാബ പറയാം. ബുദ്ധി മേം എയിം ഓബ്ജക്റ്റ് ഹേ ഹം യഹ് ബൻ രഹേ ഹേ. അതായത് ബുദ്ധിയിൽ ലക്ഷ്യമുണ്ട്, അല്ലെ? ഞങ്ങൾ ഇന്നതായിട്ട് മാറും, അല്ലെ? നമ്മുടെ ലക്ഷ്യം എന്താ? ലക്ഷ്മി നാരായണനാവുക, അല്ലെ? അപ്പോൾ നമ്മളുടെ ബുദ്ധിയിൽ ലക്ഷ്യമുണ്ട്, നമ്മൾ ഇന്നതായിട്ട് മാറും. कुछ भी काम काज करो, रोटी पकावो, ബുദ്ധി മേം സിർഫ് ബാപ്പ് കോ യാദ് കരോ. അപ്പൊ ബാബ പറയണ, നിങ്ങൾ എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോളൂ, ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കോളൂ, പക്ഷെ ബുദ്ധിയിൽ ബാബ പറയണ കേവലം ബാബയെ ഓർമ്മിക്കൂ, അത് മാത്രമാണ് ബാബ പറയുന്നത്. ബച്ചോം കോ യഹ് ശ്രീമത് മിൽത്തി ഹേ ചൽത്തെ ഫിർത്തെ സബ് കുച്ച് കർത്തെ സിർഫ് യാദുമേ രഹോ. അപ്പൊ ബാബ പറയാണ്, കുട്ടികൾക്ക് ഈ ഒരു ശ്രീമതം കിട്ടിയിട്ടുണ്ട്. ഏത് ശ്രീമതം? ബാബ പറയാണ്, നടക്കുമ്പോഴും കറങ്ങുമ്പോഴും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തുകൊണ്ടും കേവലം ബാബയുടെ ഓർമ്മയിലിരിക്കൂ. അതാണ് നമ്മൾ കുട്ടികൾക്ക് ലഭിച്ചിട്ടുള്ള ശ്രീമതം.
बाप की याद से वर्षा भी याद आता है, 84 का चक्र भी याद आता है. അപ്പൊ ബാബ പറയാണ്, ബാബയെ ഓർമ്മിക്കുമ്പോൾ വേറെ എന്തൊക്കെ ഓർമ്മ വരും നമുക്ക്? ബാബയെ തരുന്ന സമ്പത്ത് അല്ലേ, അതുപോലെ 84 ചക്രത്തിന്റെ ആ രഹസ്യവും നമുക്ക് ഓർമ്മ വരുന്ന ബാബ പറയാം. ഇസ്മേം ഓർ ക്യാ തക്ലീഫ് ഹേ, കുച്ച് ബി നഹി. ബാബ പറയാ, ഇതിൽ നിങ്ങൾക്ക് വേറെ എന്താ ബുദ്ധിമുട്ടുള്ളത് അല്ലേ? ബാബയെ ഓർമ്മിക്കുക, ബാബ തരുന്ന അപ്പൊ ഓട്ടോമാറ്റിക്കലി ബാബ തരുന്ന സമ്പത്തും ഓർമ്മ വരും, 84 ചക്രത്തിന്റെ ജന്മത്തിന്റെ ചക്രത്തിന്റെ ആ രഹസ്യവും നമുക്ക് ഓർമ്മ വരും. അപ്പൊ ബാബ പറയാ, ഇതിൽ എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് ബാബ പറയാം. ജബ്കി ഹം ദേവത ബൻതേ ഹേ तो कोई आसुरी സ്വഭാവ് भी नहीं होना चाहिए. അപ്പൊ ബാബ പറയാണ്, നമ്മളിപ്പോൾ ദേവതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്നും ഒരു തരത്തിലുള്ള ആസുരീയ സ്വഭാവവും ഉണ്ടാകാൻ പാടില്ല എന്ന് ബാബ പറയാം. कोई पर क्रोध नहीं करना, किसको दुख नहीं देना, कोई भी फालतू बातें कान से सुननी नहीं है. അപ്പൊ ബാബ ആസുരീയ സ്വഭാവങ്ങൾ ഏതൊക്കെയാ പറയുന്നത്? ആരുടെ അടുത്തും ക്രോധിക്കരുത്, അതുപോലെ ദുഃഖം കൊടുക്കരുത് ആർക്കും, അതുപോലെ തന്നെ വ്യർത്ഥമായ കാര്യങ്ങൾ കേൾക്കരുത്. അപ്പൊ ഇതൊക്കെ ആസുരീയ സ്വഭാവങ്ങളായിട്ടാ ബാബ പറയുന്നത്. ക്രോധിക്കുക, ദുഃഖം കൊടുക്കുക, അതായത് മോശമായ അല്ലെങ്കിൽ വ്യർത്ഥമായ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, ഇതെല്ലാം ആസുരീയ സ്വഭാവങ്ങളാണെന്ന് പറയാ ബാബ. അപ്പൊ ഇതൊന്നും നമ്മളിൽ നിന്നും ഉണ്ടാകരുത്, കാരണം നമ്മൾ ദേവതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സിർഫ് ബാപ്പ് കോ യാദ് കരോ, നിങ്ങൾ ബാബയെ ഓർമ്മിക്കൂ, അതാണ് ബാബ പറയുന്നത്. ബാക്കി സൻസാർ കി ജർമുയി ജഗമുയി തോ ബഹുത്ത് സുനി. ബാബ പറയാ, പിന്നെ നിങ്ങൾ ഈ ലോകത്തിലെ വ്യർത്ഥമായ കാര്യങ്ങളൊക്കെ ഒരുപാട് കേട്ട് കഴിഞ്ഞു. ആദാ കൽപ്പ് സേ യഹ് സുൻതേ സുൻതേ തും നീച്ചെ ഗിരേഹോ. ബാബ പറയാണ്, അരക്കൽപ്പമായി നിങ്ങൾ ഇങ്ങനെയുള്ള വ്യർത്ഥമായ കാര്യങ്ങൾ കേട്ട് കേട്ട് നിങ്ങൾ താഴേക്ക് വീണു അല്ലെ, അവസ്ഥ അത്രയ്ക്ക് മോശമായെന്ന് ബാബ പറയാം. അബ് ബാപ്പ് കഹത്തെ ഹേ യഹ് ജർമുയി ജഗമുയി നാ കരോ. ഇപ്പൊ ബാബ നമ്മളോട് മനസ്സിലാക്കി തരാണ്. ബാബ പറയാണ്, ഇപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള വ്യർത്ഥമായ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ബാബ പറയാം. ഫലാന ഏസാ ഹേ ഇൻമേം യഹ് ഹേ അല്ലെ, അതായത് ഇന്നയാൾ, അതായത് എപ്പോഴും വ്യർത്ഥമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ കുറിച്ചാണല്ലോ കൂടുതലും പറയാ. അത് ഇന്നയാൾ ഇങ്ങനെയാണ്, ഇവരിൽ ഇങ്ങനെയുള്ള ദോഷങ്ങളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. ബാബ പറയണത്, നിങ്ങൾ അതൊന്നും ഇപ്പോ ചെയ്യരുത്. കോയി ബി ഫാൽത്തു ബാത്തേ നെഹി കർണി ഹേ. നിങ്ങൾ ഒരിക്കലും ഈ എന്താ പറയാ വ്യർത്ഥമായ കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്യരുതെന്ന് ബാബ പറയാം. യഹ് ജയ്സേക്ക് അപ്പന ടൈം വേസ്റ്റ് കർണ ഹെ. അതായത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണ്, നമ്മൾ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യാണ്, നഷ്ടപ്പെടുത്താണെന്ന് പറയാ ബാബ. തുമാര ടൈം ബഹുത്ത് വാല്യുബിൾ ഹെ. ബാബ പറയാണ്, നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. പടായി സേഹി അപ്പന കല്യാൺ ഹെ, ഇൻസേഹി പദ് പായെങ്കെ. അപ്പൊ ബാബ പറയാണ്, പഠിപ്പിലൂടെയാണ് നമ്മുടെ മംഗളം അല്ലെ. ബാബ നമുക്ക് എന്നും തരുന്നുണ്ട് പഠിപ്പ്, ആ പഠിപ്പിലൂടെയാണ് നമുക്ക് മംഗളം, അതിലൂടെ തന്നെയാണ് നമ്മൾ പദവിയും നേടുന്നത് എന്ന് ബാബ പറയാം. ഉസ് പഠായി മേ ബഹുത്ത് മെഹനത്ത് കർണി പടുത്തി ഹേ, ഇംതഹാൻ പാസ് കർണേ വിലായത്ത് മേ ജാത്തേ ഹേ. അപ്പൊ ബാബ പറയാണ്, അതായത് ലൗകിക പഠിപ്പുകളുണ്ടല്ലോ, അതില് വളരെയധികം പരിശ്രമിക്കണം അല്ലെ. വലിയ വലിയ പഠിപ്പുകളാണല്ലോ ഇപ്പൊ പഠിക്കുന്നത്. അപ്പൊ ബാബ പറയുന്നത്, ആ പഠിപ്പില് വളരെയധികം നിങ്ങൾ പരിശ്രമിക്കണം. അതുമാത്രല്ല, പരീക്ഷയൊക്കെ പാസ്സാകാൻ വേണ്ടി വിദേശത്തേക്കൊക്കെ പോകേണ്ടി വരും. തുംകോ തോ കോയി തക്ലീഫ് നെഹി ദേത്തെ. പക്ഷെ ബാബ പറയാണ്, ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും തരുന്നില്ല. ബാപ്പ് ആത്മാവും കോ कहते हैं मुझ बाप को याद करो, एक दो को सामने बिठाते हैं तो भी बाप की याद में रहो. ബാബ നമ്മളോട് എന്താ പറയുന്നത്? നമ്മൾ ആത്മാക്കളോട് ബാബ പറയാണ്, നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ, അച്ഛനായ എന്നെ ഓർമ്മിക്കൂ. ഇപ്പൊ 1-2 പേരൊക്കെ നിങ്ങളുടെ മുന്നിലൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ ബാബയെ നിങ്ങൾ ഓർമ്മിക്കൂ.
അവരിൽ ഇവരിലേക്കൊന്നും ശ്രദ്ധ പോവാതെ നിങ്ങൾ ബാബയെ ഓർമ്മിക്കൂ. അത് മാത്രമാണ് അച്ഛൻ പറയുന്നത്. യാദ് മേം ബൈഠത്തെ ബൈഠത്തെ തും കാണ്ടോം സേ ഫൂൽ ബൻതേ ഹോ. ഈ ബാബയുടെ ഈ അച്ഛന്റെ ഓർമ്മയിൽ നമ്മൾ ഇരുന്നിരുന്ന് നമ്മൾ എന്തായി മാറും? മുള്ളിൽ നിന്നും പുഷ്പമായിട്ട് മാറുന്ന ബാബ പറയാ. കിത്തിനി അച്ചി യുക്തി ഹേ തോ ബാപ്പ് കി ശ്രീമത് പർ ചൽന ചാഹിയേന. അപ്പൊ ബാബ പറയാണ്, ഞാൻ എത്ര നല്ല നല്ല യുക്തികളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോ ഈ ബാബയുടെ ശ്രീമത പ്രകാരം നിങ്ങൾ നടക്കേണ്ടേ എന്ന് ബാബ ചോദിക്കുക. കാരണം ബാബ നമുക്ക് എന്തിനാ ശ്രീമതം നൽകുന്നത്? മനുഷ്യനിൽ നിന്നും ദേവതയായിട്ട് മാറാനാണ്, അല്ലെ? അത്രയും ഉയർന്ന ഒരു പദവിയിലേക്കുള്ള ശ്രീമതമാണ് ബാബ നൽകുന്നത്. അപ്പോ ആ ബാബയുടെ ശ്രീമതം നമ്മൾ അനുസരിക്കണ്ടേ എന്ന് ബാബ ചോദിക്കുക. ഹർ ഏക് കി അലഗ് അലഗ് ബീമാരി ഹോത്തി ഹേ. ബാബ പറയുന്നത് ഓരോരുത്തർക്കും വേറെ വേറെ അസുഖങ്ങളാണ്. തോ ഹർ ഏക് ബീമാരി കെ ലിയേ സർജൻ ഹേ. അപ്പോൾ ഓരോ അസുഖത്തിനും ഓരോ പ്രത്യേക ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെ? ബഡേ ബഡേ ആത്മീയോം കെ കാസ് സർജൻ ഹോത്തേ ഹേന. ബാബ പറയാണ്, വലിയ ആളുകൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. തുമാരാ സർജൻ കോൻ ബനാ ഹേ. നിങ്ങളുടെ ഡോക്ടർ ആരാണ്? നിങ്ങളുടെ സർജൻ ആരാണ്? ഭഗവാൻ, അല്ലെ? നമ്മുടെ സർജൻ ഭഗവാനാണ്. വഹ് ഹേ അവിനാശി സർജൻ. ആ ഭഗവാൻ അവിനാശിയായിട്ടുള്ള സർജനാണ് എന്ന് ബാബ പറയാ. കഹത്തെ ഹേ ഹം തുംകോ ആധാ കൽപ്പ് കേലിയെ നിരോഗി ബനാത്തെ ഹേ. അപ്പൊ ബാബ നമുക്ക് മനസ്സിലാക്കി തരാണ്, അരക്കൽപ്പത്തേക്ക് ഞാൻ നിങ്ങളെ നിരോഗിയാക്കി മാറ്റാണ്, അല്ലെ? അതെങ്ങനെയാ? നമ്മൾ ഇനി സത്യത്രേതായുഗത്തിലേക്കാണ്, അല്ലെ? സ്വർഗത്തിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു ദുഃഖമോ രോഗമോ അങ്ങനെയുള്ള യാതൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ബാബ പറയുന്നത്, ഈ അവിനാശി സർജൻ നിങ്ങളെ അരക്കൽപ്പത്തേക്ക് സുഖിയാക്കി മാറ്റാണ്, നിരോഗിയാക്കിയിട്ട് മാറ്റാണെന്ന് ബാബ പറയാ. സിർഫ് മുജെ യാദ് കരോ തോ വികർമ്മ വിനാശ് ഹോങ്കെ. ബാബ പറയുന്നത്, അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? കേവലം എന്നെ ഓർമ്മിക്കൂ. അപ്പോൾ അരക്കൽപ്പത്തേക്ക് നിങ്ങൾ നിരോഗിയായിട്ട് മാറുന്ന ബാബ പറയാ. അതുമാത്രമല്ല, നമ്മളുടെ വികർമ്മവും വിനാശമാകും. തും 21 ജന്മ കെ ലിയേ നിരോഗി ബൻ ജായേംഗെ. ബാബ പറയാണ്, നിങ്ങൾ 21 ജന്മത്തേക്ക് നിരോഗിയായിട്ട് മാറും. യാദ് സേഹി തും നിരോഗി ബൻ ജായേംഗെ. ബാബ പറയുന്നത്, ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങൾ നിരോഗിയായിട്ട്, അതായത് രോഗമില്ലാത്ത അവസ്ഥ, അത് ഈ ഓർമ്മയിലൂടെ തന്നെയാണ് അങ്ങനെയായിട്ട് മാറുന്നത് എന്ന് ബാബ പറയാം. ഫിർ 21 ജന്മ കെ ലിയേ കോയി ബി രോഗ് നഹി ഹോഗ. ബാബ പറയുന്നത്, പിന്നീട് 21 ജന്മത്തേക്ക് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള രോഗങ്ങളും ഉണ്ടായിരിക്കില്ല. ബൽ ആത്മാത്തോ അവിനാശി ഹേ ശരീർ ഹി രോഗി ബൻതാ ഹേ. ബാബ പറയുന്നത്, ആത്മാവ് അവിനാശിയാണ്, അല്ലെ? ശരീരമാണ് രോഗം, ശരീരത്തിനാണ് രോഗം വരുന്നത്. ആത്മാവ് അവിനാശിയാണ്. ലേക്കിൻ ഭോക്തി തോ ആത്മാ ഹേന. ബാബ പറയാണ്, പക്ഷേ ആരാണ് അനുഭവിക്കുന്നത്? അത് ആത്മാ. അതായത് ആത്മാവ് അനുഭവിക്കുക. ശരീരത്തിനാണ് രോഗം വരുന്നത്, പക്ഷേ അതിന്റെ ആ ഒരു ഇഫക്റ്റ്, അല്ലെ, അത് അനുഭവിക്കുന്നത് ആരാണ്? അത് ആത്മാവാണെന്ന് ബാബ പറയാ. ലേക്കിൻ ഭോക്തി തോ ആത്മാ ഹേന വഹാം ആദാ കൽപ്പ് തും കബീബി രോഗി നെഹി ബനേങ്കെ. ബാബ പറയുന്നത്, അതായത് സത്യയുഗത്തില് അരക്കൽപ്പം നിങ്ങള് യാതൊരു വിധത്തിലുള്ള രോഗങ്ങളും ഉണ്ടാകില്ല, രോഗിയായും മാറില്ല എന്ന് ബാബ പറയാ. കാരണം 21 ജന്മം എന്ന് പറയുമ്പോൾ സത്യത്രേതായുഗം മുഴുവനുണ്ട്, അതായത് അരക്കൽപ്പമുണ്ട്. അരക്കൽപ്പം നമുക്ക് യാതൊരു വിധത്തിലുള്ള രോഗങ്ങളും ഉണ്ടാകില്ല. സിർഫ് യാദ്മേ തൽപർ രഹോ. നിങ്ങൾ കേവലം അതിന് എന്താ ചെയ്യേണ്ടത്? ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നതിനുള്ള താല്പര്യം വേണമെന്ന് ബാബ പറയാം. സർവീസ് തോ ബച്ചോം കോ കർണി ഹി ഹേ. ബാബ പറയുന്നത്, സേവനം കുട്ടികൾക്ക് എന്തായാലും ചെയ്യണം. പ്രദർശിനി മേം സർവീസ് കർത്തേ കർത്തേ ബച്ചോം കെ ഗലെ ഗൂട്ട് ജാത്തേ ഹേ. ബാബ പറയാണ്, പ്രദർശിനിയില് കുട്ടികൾ ഇങ്ങനെ സേവനം ചെയ്ത്
കുട്ടികളുടെ തൊണ്ടയൊക്കെ ഇങ്ങനെ വരണ്ടു പോയിരിക്കുന്നു എന്ന് പറയാം. അതായത് പ്രദർശനിയിലാവുമ്പോൾ ഒരുപാട് ആളുകൾ വരുമല്ലോ, അപ്പൊ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പൊ ബാബ ദാ പറയുന്നത് പ്രദർശനിയിൽ കുട്ടികള് സേവനം ചെയ്ത് ചെയ്ത് കുട്ടികളുടെ തൊണ്ടയൊക്കെ ഇങ്ങനെ വരണ്ടിരിക്കാന്ന് ബാബ പറയാം. കൈ ബച്ചേ ഫിർ സമജ്തേ ഹേ ഹം സർവീസ് കർത്തേ കർത്തേ ചലേ ജായേങ്കെ ബാബ കെ പാസ്. ചില കുട്ടികൾ എങ്ങനെയാ മനസ്സിലാക്കുക, ഞങ്ങൾ ഇതുപോലെ സേവനം ചെയ്ത് ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ ബാബയുടെ അടുത്തേക്ക് പോകും, അങ്ങനെയും മനസ്സിലാക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ ബാബ പറയാ യഹ് ബി ബഹുത് അച്ഛാ ഹേ സർവീസ് കാ തരീക. അതായത് ഈ രീതിയിലുള്ള സേവനം ചെയ്യുന്നത് വളരെ നല്ലതാണ് അല്ലെ. ഇത് സേവനം ചെയ്യാനുള്ള ഒരു യുക്തിയാണല്ലോ ഇത്. അത്രയ്ക്കും നല്ല താല്പര്യത്തോടു കൂടി സേവനം ചെയ്യാൻ പറ്റും. കാരണം സേവനം ചെയ്ത് ചെയ്ത് ഞങ്ങൾ ബാബയുടെ അടുത്തേക്ക് പോവുകയാണല്ലോ. ഇതും വളരെ നല്ല യുക്തിയാണ് സേവനം ചെയ്യുന്നതിനുള്ളത് എന്ന് ബാബ പറയാം. പ്രദർശനി में भी बच्चों को समझाना है. ബാബ പറയാണ് പ്രദർശനിയിലും നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. പ്രദർശനി में पहले पहले यह ലക്ഷ്മി നാരായൺ का ചിത്ര दिखाना चाहिए. അപ്പൊ ബാബ പറയണത് പ്രദർശനിയിൽ നിങ്ങൾ ആദ്യം ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രമാണ് കാണിച്ചു കൊടുക്കേണ്ടത്. യഹ് ഏവൺ ചിത്ര ഹേ, ഇത് നമ്പർ 1 ചിത്രമാണെന്ന് ബാബ പറയാ. ഭാരത് में आज से 5000 വർഷ पहले ബരോബർ ഇൻകാ രാജ്യത. അതായത് ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അതായത് ഭാരതത്തിൽ ഇന്നേക്ക് 5000 വർഷം മുൻപ് ഇവരുടെ രാജ്യമായിരുന്നു, അതായത് ലക്ഷ്മി നാരായണന്റെ രാജ്യമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ ബാബ പറയാം. അദാഹ് ധന്ത, അത്യധികം അല്ലെ, വളരെയധികം ധനം ഉണ്ടായിരുന്നു, സമ്പൽ സമൃദ്ധമായിരുന്നു. പവിത്രത, സുഖ്, ശാന്തി, സബ്ദി, ആ സമയത്ത് പവിത്രതയും സുഖവും ശാന്തിയും എല്ലാം ഉണ്ടായിരുന്നു. പരന്തു ഭക്തി മാർഗമേം സത്യയുഗ കോ ലാഖോं വർഷ ദേ ദിയേ ഹേ തോ കോയി ഭി ബാത് യാദ് കൈസേ ആയേ. യഹ് ലക്ഷ്മി നാരായൺ കാ ഫസ്റ്റ് ക്ലാസ് ചിത്ര ഹേ. അപ്പൊ ബാബ പറയാണ് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ആദ്യം നമ്മൾ ലക്ഷ്മി നാരായണന്റെ ചിത്രം കാണിച്ച് മനസ്സിലാക്കി കൊടുക്കണം. ഭാരതത്തിൽ ഇവരുടെ രാജ്യമായിരുന്നു, അത്രയും സമ്പൽ സമൃദ്ധമായിരുന്നു, പവിത്രതയും സുഖവും ശാന്തിയും എല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ ആദ്യം മനസ്സിലാക്കി കൊടുക്കണം. പക്ഷെ എന്താ സംഭവിച്ചത്, ഭക്തി മാർഗത്തില് സത്യയുഗത്തിന് ലക്ഷക്കണക്കിന് വർഷം എന്ന് എഴുതി വെച്ചു. അതുകൊണ്ട് ബാബ പറയാ അപ്പൊ ഇത്രയും വർഷം എഴുതിയത് കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പിന്നെ സത്യയുഗത്തിൽ എന്ത് കാര്യം ഓർമ്മ വരാനാണ് എന്ന് ബാബ പറയാ. ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രം ഫസ്റ്റ് ക്ലാസ് ചിത്രമാണെന്ന് ബാബ പറയാം. സത്യയുഗമേ 1250 വർഷ ഇസ് ഡിനൈസ്റ്റിനെ രാജ്യ കിയാത. അപ്പൊ ബാബ പറയുന്നത് സത്യയുഗത്തിൽ 1250 വർഷം ഈ രാജവംശം, അതായത് ആരാണ്, ലക്ഷ്മി നാരായണന്റെ രാജവംശമാണ് രാജ്യം ഭരിച്ചിരുന്നത്. ഇത് മനസ്സിലാക്കി കൊടുക്കണം. ആകെ തുമ്പി നെഹി ജാൻതേദേ. ബാബ പറയുന്നത് ആദ്യം ഇത് നിങ്ങൾക്കും അറിയില്ലായിരുന്നു അല്ലെ. ബാബ വന്നിട്ടാണല്ലോ നമ്മൾക്ക് ഇതെല്ലാം മനസ്സിലാക്കി തന്നത്. അബി ബാപ്പിനെ തും ബച്ചോം കോ സ്മൃതി ദിലായി ഹേ കി തുമ്നെ സാരെ വിശ്വ പർ രാജ് കിയാദാ ക്യാ തും ഭൂൽ ഗയേ ഹോ. ബാബ പറയാണ് ഇപ്പൊ ബാബ നിങ്ങൾ കുട്ടികൾക്ക് ഇതെല്ലാം സ്മൃതി ഉണർത്താണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ തന്നെയാണ് മുഴുവൻ വിശ്വത്തിലും രാജ്യം ഭരിച്ചിരുന്നത്. നിങ്ങളെന്താ ഇതെല്ലാം മറന്നു പോയോ എന്ന് ബാബ ചോദിക്ക. 84 ജന്മ ബി തുമ്നെ ലിയേ ഹേ. ബാബ പറയുന്നത് 84 ജന്മവും നിങ്ങൾ തന്നെയാണ് എടുത്തതെന്ന് ബാബ പറയാ. തും ഹി സൂര്യവംശി ദേ. നിങ്ങൾ തന്നെയായിരുന്നു സൂര്യവംശി. പുനർജന്മത്തോ ലേത്തേ ഹി ഹേ. നിങ്ങൾ പുനർജന്മവും എടുത്തിട്ടുണ്ട്. 84 ജന്മ തുമ്നെ കൈസേ ലിയേ ഹേ യഹ് ബഡി സിമ്പിൾ ബാത്ത് ഹേ സംജനെ കി. ബാബ പറയാണ് 84 ജന്മം നിങ്ങൾ എങ്ങനെയാണ് എടുത്തത് എന്നുള്ള കാര്യം വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് മനസ്സിലാക്കാനെന്ന് ബാബ പറയാം. നീച്ചെ ഉദർത്തെ ആയേ അബ് ഫിർ ബാപ്പ് ചട്തി കലാമേ ലേ ജാത്തേ ഹേ. ബാബ പറയാണ് നിങ്ങൾ താഴേക്ക് വന്നു അല്ലെ.
ഇപ്പോ ആരാണ് നമ്മളെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്? ബാബ അല്ലെ? ബാബ വന്നിട്ട് നമ്മളെ ഉയരുന്ന കലയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പൊ നമ്മൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? മോശമായ അവസ്ഥയിൽ നിന്നും നല്ല സതോപ്രധാന അവസ്ഥയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ ആരാണ് ചെയ്യിപ്പിക്കുന്നത്? ബാബയാണ്. ഗാത്തേ ബി ഹേ ചട്ടി കലാത്തേരെ ബാനെ സബ് കാബല. അതായത് ഇങ്ങനെയും പാടുന്നുണ്ട്, അങ്ങയുടെ ഉയർന്ന കലയിലൂടെ എല്ലാവരുടെയും മംഗളം. അങ്ങനെ പാടുന്നുണ്ട്. ഫിർ ശംഖ് ആദി ബജാത്തേ ഹേ. പിന്നെ എന്താണ്? ശംഖ് ധ്വനിയൊക്കെ മുഴക്കുന്ന ബാബ പറയാ. അബ് തും ബച്ചേ ജാൻതേ ഹോ ഹാഹാകാർ ഹോഗാ പാകിസ്ഥാൻ में देखो क्या हो गया दा सबके मुख से यही निकलता दा ഹേ ഭഗവാൻ ഹായ് റാം അബ് ക്യാ ഹോഗാ. അപ്പൊ ബാബ പറയാണ്, ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്കറിയാം, ജയജയാരവൊക്കെ ഉണ്ടാകുമെന്നറിയാം. അപ്പൊ പാകിസ്ഥാനിലെ കാര്യം നിങ്ങൾ നോക്കൂന്ന് പറയാ ബാബ. അതായത് ആദ്യത്തെ കാര്യമാണത്. അതായത് എല്ലാവരുടെയും മുഖത്തിൽ നിന്നും ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു, അല്ലയോ ഭഗവാനെ, അല്ലയോ രാമ, ഇപ്പോൾ എന്താകും അല്ലേ? ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടായല്ലോ, ആ സമയത്തെ കാര്യമാണത് ബാബ പറയുന്നത്. അപ്പൊ ആ സമയത്ത് എല്ലാവരുടെ മുഖത്തിൽ നിന്ന് എന്താ വരുന്നുണ്ടായിരുന്നത്? അല്ലയോ ഭഗവാനെ, അല്ലയോ രാമ, ഇനി എന്താകും? അങ്ങനെയുള്ള ഓരോ ക്വസ്റ്റ്യനൊക്കെ എല്ലാവരുടെ മുഖത്തു നിന്നും വന്നിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ബാബ പറയാണ്. അബ് യഹ് വിനാശ് തോ ബഹുത് ബഡാ ഹേ പീച്ചെ ഫിർ ജയ് ജയ്കാർ ഹോനി ഹേ. ബാബ പറയുന്നത് ഇപ്പോ വിനാശം വളരെ വലുതായിരിക്കും അല്ലെ? അതിനുശേഷം ജയ ജയാരവം ഉണ്ടാകും. ബാപ്പ് ബച്ചോം കോ സമജാത്തെ ഹേ ഇസ് ബേഹദ് കി ദുനിയാ കാ അബ് വിനാശ് ഹോനാ ഹേ. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരാണ്, ഈ പരിധിയില്ലാത്ത ലോകത്തിന്റെ വിനാശം ഇപ്പോൾ തീർച്ചയായിട്ടും വേണം. ബേഹദ് കാ ബാപ്പ് ബേഹദ് കാ ഗ്യാൻ തും കോ സുനാത്തേ ഹേ. പരിധിയില്ലാത്ത അച്ഛൻ പരിധിയില്ലാത്ത ജ്ഞാനം നമ്മളെ കേൾപ്പിക്കുകയാണ്. ഹദ് കി ബാത്തേം ഹിസ്റ്ററി ജോഗ്രഫി തോ സുൻതേ ആയേ ഹോ. ബാബ പറയുന്നത് പരിധിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ നിങ്ങൾ കേട്ടിട്ടാണ് വന്നിട്ടുള്ളത്. യഹ് കിസ്കോ ഭി പത്താ നഹീ ദാ കി ലക്ഷ്മി നാരായണനെ രാജ്യ കൈസേ കിയാ. ബാബ പറയുന്നത് ഇതാർക്കും അറിയില്ല. അതായത് ഈ ലക്ഷ്മി നാരായണൻ എങ്ങനെയാണ് രാജ്യം ഭരിച്ചത്, അത് ആർക്കും അറിയില്ല. ബാബ മനസ്സിലാക്കി തരാത്. ഇനോം കി ഹിസ്റ്ററി ജോഗ്രഫി കോയി ബി നഹി ജാൻതേ. ഈ ലക്ഷ്മി നാരായണന്റെ ഹിസ്റ്ററി ജോഗ്രഫി ആർക്കും അറിയില്ല അല്ലെ? നമ്മൾ കുട്ടികൾക്ക് ബാബയാണത് മനസ്സിലാക്കി തന്നത്. അതാ ബാബ പറയുന്നത്, ഈ ലക്ഷ്മി നാരായണന്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ആർക്കും തന്നെ അറിയില്ല. തും അച്ചി രീതി ജാൻതേ ഹോ इतने जन्म राज्य किया फिर यह धर्म होते हैं. इनको कहा जाता है स्पिरिचुअल नॉलेज, जो स्पिरिचुअल फादर बच्चों को बाइट देते हैं. ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾക്ക് ഇത് നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് ഈ ലക്ഷ്മി നാരായണൻ എത്ര ജന്മമാണ് രാജ്യം ഭരിച്ചത്, ഓരോ ഡിനൈസ്റ്റിയും അതെല്ലാം ബാബ നമുക്ക് മനസ്സിലാക്കി തന്നു. ശേഷം ധർമ്മസ്ഥാപന എങ്ങനെ ഉണ്ടായി, അതിനുശേഷമാണ് ഓരോ ധർമ്മത്തിന്റെയും സ്ഥാപന വന്നത്. അതും ബാബ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ബാബ പറയാണ്, ഇതിനെയാണ് പറയുന്നത് ആത്മീയ അറിവ്, സ്പിരിച്വൽ നോളജ്. ആ ആത്മീയ അറിവ് നമ്മൾ കുട്ടികളെ ആരാണ് പഠിപ്പിക്കുന്നത്? ആത്മീയ അച്ഛൻ അല്ലെ? സ്പിരിച്വൽ ഫാദർ ഇരുന്നിട്ടാണ് നമ്മൾ കുട്ടികളെ ഇത് പഠിപ്പിക്കുന്നത്. വഹാം തോ മനുഷ്യക്കോ പഠാത്തേ ഹേ. അതായത് ലോകത്തിൽ എങ്ങനെയാണ് മനുഷ്യരെയാണ് പഠിപ്പിക്കുന്നത്. യഹാം ഹം ആത്മാവോം കോ പരമാത്മ ആപ് സമാൻ ബനാ രഹേ ഹേ. ബാബ പറയാണ്, ഇവിടെയാണെങ്കിലോ നമ്മൾ ആത്മാക്കളെ പരമാത്മാവാണ് പഠിപ്പിക്കുന്നത്. പരമാത്മാവ് നമ്മൾ ആത്മാക്കളെ പഠിപ്പിച്ചിട്ട് ആ ബാബയ്ക്ക് സമാനമാക്കി മാറ്റാണ് അല്ലെ? ദൈവിക ഗുണങ്ങളും ശക്തികളും എല്ലാം നമ്മളിൽ നിറച്ച് ദൈവത്തിന് തുല്യരാക്കി നമ്മളെ മാറ്റാണ് ചെയ്യുന്നത് ബാബ. ടീച്ചർ സരൂർ ആപ് സമാൻ ബനായെങ്കെ. ബാബ പറയാണ്, ടീച്ചർ തീർച്ചയായും ടീച്ചർക്ക് സമാനമാക്കി മാറ്റൂല്ലോ കുട്ടികളെ. അതാ ബാബ പറയുന്നത്.
बाप कहते हैं मैं तुमको अपने से भी ऊंच ഡബിൾ സിർതാജ് ബനാതാ ഹൂം. അപ്പൊ ബാബ പറയാണ്, ഞാൻ നിങ്ങൾ കുട്ടികളെ ഇത്രയും ഉയർന്ന ഡബിൾ കിരീടധാരികളാക്കി മാറ്റുകയാണെന്ന് ബാബ പറയാ. അതായത് ബാബയേക്കാളും ഉയർന്നതെന്നാ ബാബ പറയുന്നത്. ലൈറ്റ് കാ താജ് മിൽത്താ ഹേ യാദ് സേ और 84 के चक्र को जानने से तुम चक्रवर्ती बनते हो. അപ്പൊ ബാബ പറയാണ് ഡബിൾ കിരീടം ധാരിയാക്കിയിട്ടാണല്ലോ ബാബ നമ്മളെ മാറ്റുന്നത്. അതിൽ ഒന്ന് എന്താണ്? പവിത്രതയുടെ കിരീടമാണ്. ആ പവിത്രതയുടെ കിരീടം നമുക്ക് ലഭിക്കുന്നത് ബാബയുടെ ഓർമ്മയിലൂടെയാണ്. ബാബയെ നമ്മൾ എത്രമാത്രം ഓർമ്മിക്കുന്നുവോ അത്രയും നമ്മളുടെ ഉള്ളിലെ വികർമ്മം വിനാശമായി നമ്മൾ പവിത്രമായി കൊണ്ടിരിക്കും. അപ്പൊ പവിത്രതയുടെ കിരീടം ലഭിക്കുന്നത് ബാബയുടെ ഓർമ്മയിലൂടെയും, അതുപോലെ ബാബ പറയുന്നത് 84 ജന്മത്തിന്റെ ചക്രം കറക്കുന്നതിലൂടെയാണ് നിങ്ങൾ ചക്രവർത്തി രാജാവായിട്ട് മാറുന്നത്, അല്ലെ? അബി തും ബച്ചോം കോ കർമ്മ അകർമ്മ വികർമ്മ കി ഗതി ബി സമജായി ഹെ. ബാബ ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കർമ്മം, അകർമ്മം, വികർമ്മം ഇതിന്റെ എല്ലാം ഓരോ ഗതിയും നമുക്ക് മനസ്സിലാക്കി തന്നു, അല്ലെ? അതായത് കർമ്മത്തിന്റെ ഗുഹ്യ രഹസ്യങ്ങളുണ്ടല്ലോ. ഏത് കർമ്മം ചെയ്യുന്നുവോ അതിനനുസരിച്ചാണ് കർമ്മഫലം, അല്ലെ? അങ്ങനെയുള്ള കർമ്മത്തിന്റെ ഗുഹ്യ രഹസ്യങ്ങളും ബാബ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നു. സത്യയുഗമേ കർമ്മ അകർമ്മ ഹോത്താ ഹെ. സത്യയുഗത്തില് കർമ്മം അകർമ്മമായിരിക്കും. അകർമ്മം എന്ന് പറഞ്ഞാൽ അതായത് ഒരു ദോഷവും ഇല്ല ഗുണവും ഇല്ല എന്ന് പറയില്ലേ, അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല ആ കർമ്മം കൊണ്ട്. അതാണ് സത്യയുഗത്തിലെ കർമ്മം. രാവൺ രാജ്യമേം ഹി കർമ്മ വികർമ്മ ഹോത്താ ഹേ. രാവണ രാജ്യത്തിലാണ്, അല്ലെ? രാവണ രാജ്യം എന്ന് പറയുമ്പോൾ ദ്വാപര കലിയുഗത്തിലാണ് കർമ്മം വികർമ്മമായിട്ട് മാറുന്നത്. വികർമ്മം എന്ന് പറയുമ്പോൾ മോശമായ കർമ്മം, അല്ലെ? അത് എന്തുകൊണ്ടാണ് രാവണ രാജ്യത്തിലെ കർമ്മം മോശമാകുന്നത്? രാവണ രാജ്യത്തിലാണ് വികാരങ്ങൾ തുടങ്ങിയത്. അപ്പൊ വികാരങ്ങൾക്ക് വശപ്പെട്ട് ചെയ്യുന്ന കർമ്മമാണ് വികർമ്മമായിട്ട് മാറുന്നതെന്ന് ബാബ പറയാം. സീഡി ഉദർത്തെ ആത്തേ ഹേ കലാക്കം ഹോത്തെ ഹോത്തെ ഉദർനാഹി ഹേ. ബാബ പറയുന്നത്, നിങ്ങള് പടി ഇറങ്ങി വന്നു, ഏണിപ്പടി താഴേക്ക് ഇറങ്ങി വന്നു, കലയും കുറഞ്ഞു കുറഞ്ഞു വന്നു, അല്ലെ? അതായത് ഓരോ ജന്മങ്ങൾ കഴിയുന്തോറും ആത്മാവിന്റെ ക്വാളിറ്റി കുറഞ്ഞു കുറഞ്ഞാണ് വരിക. അങ്ങനെയാണ് നമ്മൾ താഴേക്ക് വരുന്നത്. അപ്പൊ ബാബ പറയണ കിത്തന ചീച്ചി ബഞ്ചാത്തേ ഹേ. അവസാനം നിങ്ങൾ എത്ര മോശമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ആത്മാവിൽ യാതൊരു ഗുണങ്ങളും ഇല്ലാതായി തീർന്നു. അതാണ് ബാബ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ എത്ര മോശമായിട്ട് മാറിയിരിക്കുന്നു. ഫിർ ബാപ് ആക്കർ ഭക്തോം കോ ഫൽ ദേത്തേ ഹേ. പിന്നീട് ബാബയാണ് വന്നിട്ട് ഭക്തർക്ക് ഭക്തിയുടെ ഫലം നൽകുന്നത്, അല്ലെ? നമ്മൾ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ഭക്തി ചെയ്തവര്. ദ്വാപര കലിയുഗം മുതല് നമ്മൾ ഭക്തി ചെയ്തു തുടങ്ങി. അപ്പൊ ദ്വാപര കലിയുഗത്തിൽ നമ്മൾ വളരെയധികം ഭക്തി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഭക്തിക്ക് അനുസരിച്ച് ഭക്തി നമ്മൾ എത്രമാത്രം ചെയ്യുന്നുവോ അതിന്റെ ഫലം ഭഗവാൻ തരുമല്ലോ. അതനുസരിച്ച് ബാബ വന്നിട്ട് നമ്മൾ ഭക്തർക്ക് ഭഗവാൻ ഫലം നൽകുകയാണ്. ദുനിയാമേ ഭക്ത് തോ സബ് ഹേ. ബാബ പറയുന്നത് ഈ ലോകത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഭക്തരാണ്. സത്യയുഗമേ ഭക്ത് കോയി ഹോത്താ നഹി. സത്യയുഗത്തിൽ അങ്ങനെ ഭക്തി ഒന്നും ഉണ്ടായിരിക്കില്ല. ഭക്തി കൽട്ട് യഹാം ഹേ. ഭക്തിയുടെ കാലഘട്ടം ഇവിടെയാണെന്ന് ബാബ പറയാം. വഹാം തോ ജ്ഞാൻ കി പ്രാലബ്ധ ഹോത്തി ഹേ. അപ്പൊ സത്യത്രേതായുഗത്തിൽ എന്താണ്? ജ്ഞാനത്തിന്റെ പ്രാലബ്ധം, അല്ലെ? പ്രാപ്തി. അതാണ് സത്യത്രേതായുഗത്തില്. അബി തും ജാൻതേ ഹോ ഹം ബാപ്പ് സേ ബേഹദ് കി പ്രാലബ് ലേ രഹേ ഹേ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്കറിയാം നമ്മൾ അച്ഛനിൽ നിന്നും പരിധിയില്ലാത്ത പ്രാപ്തി നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ കുട്ടികൾക്കറിയാം. കോയി കോബി പഹലെ ഇസ് ലക്ഷ്മി നാരായൺ കെ ചിത്ര പർ സമജാവോ. ബാബ പറയുന്നത്, ആദ്യം നിങ്ങൾ ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രത്തിന് മേൽ മനസ്സിലാക്കി കൊടുക്കൂ. ആജ് സേ 5000 വർഷ പഹലെ ഇൻകാ രാജ്യത വിശ്വമേം സുഖ ശാന്തി പവിത്രത സബ് ദി और कोई धर्म नहीं था.
അപ്പൊ ബാബ പറയാണ് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കണം. അതായത് ലക്ഷ്മി നാരായണന്റെ ചിത്രം കാണിച്ചിട്ട് ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കണം. അതായത് ഇന്നേക്ക് 5000 വർഷം മുൻപ് ഇവരുടെ രാജ്യമായിരുന്നു. ആ സമയത്ത് വിശ്വത്തില് സുഖം, ശാന്തി, പവിത്രത ഇതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ബാബ പറയുന്നത് വേറെ ഒരു ധർമ്മവും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഈ സമയത്തോ അനേക ധർമ്മഹേ, ഈ സമയം നോക്കുകയാണെങ്കിൽ ഒരുപാട് ധർമ്മങ്ങളാണ്. വഹ് പഹലെ ധർമ്മഹേ നെഹി ഫിർ ഇസ് ധർമ്മക്കോ ആനാഹേ ജരൂർ. ബാബ പറയുന്നത് ഈ സമയത്ത് നോക്കുകയാണെങ്കിൽ അനേക ധർമ്മങ്ങളുണ്ട്. പക്ഷെ ആദ്യം ഏത് ധർമ്മമാണോ ഇവിടെ ഉണ്ടായിരുന്നത് അതിപ്പോൾ ഇല്ല. അതായത് ആദിസനാതന ദേവി ദേവതാ ധർമ്മം, അതാണ് ഫസ്റ്റത്തെ ധർമ്മം. അതിപ്പോൾ ഇല്ല. ഇനി ആ ധർമ്മം വീണ്ടും ഇവിടെ വരിക തന്നെ വേണമെന്ന് ബാബ പറയാം. അബ് ബാപ്പ് കിത്തന പ്യാർസെ പഠാത്തേ ഹേ. ബാബ നോക്കൂ, ഇപ്പോൾ നിങ്ങളെ എത്ര സ്നേഹത്തോടെയാണ് പഠിപ്പിക്കുന്നത്. കോയി ലഡായി കി ബാത്ത് നഹി, ബെഗർ ലൈഫ് ഹേ, പരായ രാജ്യ ഹേ, അപ്ന സബ് കുച്ച് ഗുപ്ത് ഹേ. അപ്പൊ ബാബ പറയുന്നത് ഇവിടെ ഒരു യുദ്ധത്തിന്റെ ഒന്നും ഒരു കാര്യവുമില്ല. യാചക ജീവിതമാണ്, അന്യദേശവുമാണ്. ബാബ പറയുന്നത് അപ്പന സബ് കുച്ച് ഗുപ്ത് ഹേ, നിങ്ങളുടെ എല്ലാം ഗുപ്തമാണ്. അപ്പൊ നമ്മൾ ആത്മാക്കളുടെ യഥാർത്ഥ നിവാസ സ്ഥലം പരന്താമമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് നമ്മുടെ അന്യദേശമാണ് അല്ലേ. അപ്പൊ ബാബ പറയുന്നത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഗുപ്തമാണ് എന്ന് പറയാ ബാബ. ബാബാ ബി ഗുപ്ത് ആയാ ഹുവാ ഹേ, ബാബയും വളരെ ഗുപ്തമായിട്ടാണ് വന്നിട്ടുള്ളത്. ആത്മാവും കോ ബൈട്ട് സംജാത്തേ ഹേ, ബാബ ഇരുന്ന് എല്ലാ ആത്മാക്കൾക്കും മനസ്സിലാക്കി കൊടുക്കുകയാണ്. ആത്മാഹി സബ് കുച്ച് കർത്തി ഹേ, ആത്മാവ് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ശരീർ ദ്വാര പാർട്ട് ബജാത്തി ഹേ, ശരീരത്തിലൂടെ പാർട്ട് അഭിനയിക്കുന്ന ആളാരാണ്? ആത്മാവ് അല്ലെ. ആത്മാവ് തന്നെയാണ് ശരീരത്തിലൂടെ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും കർമ്മങ്ങൾ ചെയ്യുന്നതും എല്ലാം ആത്മാവാണ് ചെയ്യുന്നത്. പക്ഷെ ആത്മാവിന് തനിയെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആത്മാവ് ഒരു ശരീരം ആധാരമായിട്ട് എടുത്തിരിക്കുകയാണ്. ആ ശരീരത്തിലൂടെ ആത്മാവ് തന്റെ പാർട്ട് അഭിനയിക്കുകയാണ്. വഹ് അഭി ദേഹ് അഭിമാൻമേം ആയി ഹേ, ഇപ്പോഴാണെങ്കിലോ ദേഹാഭിമാനത്തിലേക്ക് വന്നു. അബ് ബാപ്പ് കഹത്തെ ഹേ ദേഹി അഭിമാനി ബനോ. അപ്പൊ ആത്മാവ് പാർട്ട് അഭിനയിച്ച് പിന്നീട് എന്തായി മാറി? ശരീരത്തിന്റെ ബോധത്തിലേക്ക് വന്നു. ആത്മാവ് എന്ന കാര്യം മറന്നു. അതുകൊണ്ട് ബാബ പറയാണ് ഇപ്പൊ നിങ്ങൾ കുട്ടികൾ ദേഹി അഭിമാനി, അതായത് ആത്മ അഭിമാനിയായിട്ട് മാറൂ. ബാപ്പ് ഓർ കോയി സരാബി തക്ലീഫ് നഹി ദേത്തേ ഹേ, ബാബയാണെങ്കിലോ വേറെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നിങ്ങൾ കുട്ടികൾക്ക് നൽകുന്നില്ല. ബാപ്പ് ജബ് ഗുപ്ത് രൂപമേം ആത്തേ ഹേ तो तुम बच्चों को गुप्त दान में विश्व की बादशाही देते हैं. അപ്പൊ ബാബ പറയാണ് ബാബ എപ്പോഴാണോ ഗുപ്ത രൂപത്തിൽ ഇവിടെ വരുന്നത് അപ്പോൾ ബാബ നിങ്ങൾ കുട്ടികൾക്കും വളരെ ഗുപ്തമായിട്ട് ദാനം നൽകുന്നു. എന്താണ് ഗുപ്തമായിട്ട് ദാനം നൽകുന്നത്? വിശ്വത്തിന്റെ ചക്രവർത്തി പദവി. ആ ഒരു ഏറ്റവും ഉയർന്ന പദവി ബാബ കുട്ടികൾക്ക് ഗുപ്തമായിട്ട് ദാനം നൽകുകയാണ്. तुम्हारा सब गुप्त है, इसलिए रसम के रूप में कन्या को जब दहेज देते हैं तो गुप्त ही देते हैं. ബാബ പറയുന്നത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വളരെ ഗുപ്തമായിട്ടാണ് നടക്കുന്നത് അല്ലേ. നമ്മൾ ഓരോ ബാബയുടെ ശ്രീമതം പാലിക്കുന്നതും എല്ലാ കാര്യങ്ങളും ഗുപ്തമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ബാബ പറയുന്നത് ഈ ഗുപ്ത രൂപത്തിൽ നിങ്ങൾ ചെയ്യുന്നതിന്റെ ഇപ്പൊ ചെയ്യുന്നതിന്റെ ഈ ഒരു ഓർമ്മയ്ക്കായിട്ട് പിന്നീട് അത് ആചാര രീതികൾക്കനുസരിച്ച് ഈ കന്യക അല്ലെ, കന്യയെ വിവാഹം ചെയ്തു കൊടുക്കുമല്ലോ, ആ സമയത്ത് സ്ത്രീധനമായിട്ട് കൊടുക്കുന്നത് ഗുപ്തമായിട്ട് കൊടുക്കാറുണ്ട്. അത് ശരിക്കും ഇവിടത്തെ ഗുപ്തമായിട്ട് ചെയ്യുന്നൊരു രീതിയാണത്. അത് അവിടെ, അതായത് ലോകത്തില് അത് എങ്ങനെയാക്കി മാറ്റി? കന്യകയെ വിവാഹ സമയത്ത് സ്ത്രീധനം കൊടുക്കുന്നത് വളരെ ഗുപ്തമായിട്ട് ചെയ്യാറുണ്ട്. വാസ്തവമേ ഗായാ ജാതാ ഹേ ഗുപ്തദാൻ മഹാപുണ്യം. അതായത് വാസ്തവത്തിൽ ഇങ്ങനെയും പാടപ്പെടുന്നുണ്ട്, ഗുപ്തദാനമാണ് മഹാപുണ്യം അല്ലെ. നമ്മൾ എല്ലാവരെയും അറിയിച്ച് ദാനം ചെയ്യുമ്പോൾ പറയുമല്ലോ അതിന് എന്താണ് ശക്തി ഉണ്ടാവില്ല എന്ന് പറയും.
അപ്പോൾ ഗുപ്തമായിട്ട് വേണം ദാനം ചെയ്യാൻ. നമ്മൾ പറയില്ല ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറുകൈ അറിയാൻ പാടില്ല, അത്രയും ഗുപ്തമായിരിക്കണം എന്ന് പറയും. അതാ ബാബ ഇവിടെ പറയുന്നത്. ദോ ചാർക്കോ മാലൂം പടാ തോ വഹ് താക്കത്ത് കം ഹോ ജാത്തി ഹേ. ബാബ പറയുന്നത് 3-4 ആളുകൾ അറിഞ്ഞിട്ട് ചെയ്യുമ്പോൾ എന്താണ്, അതിന്റെ ശക്തി ഇല്ലാതാകുന്നു ബാബ പറയാം. बाप कहते हैं बच्चे तुम प्रदर्शनी में पहले पहले इस लक्ष्मी नारायण के चित्र पर सबको समझावो. അപ്പൊ ബാബ നമുക്ക് ബാബ പറയാണ് കുട്ടികളോട്, അതായത് കുട്ടികളെ നിങ്ങൾ പ്രദർശിനിയില് ആദ്യം ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രത്തിന് മേൽ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കൂ. തും ചാഹത്തെ ഹോന വിശ്വമേം ശാന്തി ഹോ. അതായത് നിങ്ങൾ ഇങ്ങനെ പറയണം, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ഈ വിശ്വത്തില് ശാന്തി ഉണ്ടാകണമെന്ന്. പരന്തു വഹ് കബ് ദി. പക്ഷെ ആ ഒരു ശാന്തി എപ്പോഴായിരുന്നു, ഈ വിശ്വത്തില് ശാന്തി എപ്പോഴായിരുന്നു. യഹ് കിസ്കി ബുദ്ധി മേം നഹി ഹേ അബി തും ജാൻതേ ഹോ സത്യയുഗ് മേം പവിത്രത സുഖ ശാന്തി സബ് ദി. ബാബ പറയാണ്, അതായത് ആ ഒരു വിശ്വത്തില് ശാന്തി എന്നുള്ളത് ഏത് സമയത്തായിരുന്നു, ഇതാരുടെയും ബുദ്ധിയിൽ ഉണ്ടായിരിക്കില്ല എന്ന് ബാബ പറയാ. ഇപ്പോ നിങ്ങൾ കുട്ടികൾക്കറിയാം സത്യയുഗത്തിലായിരുന്നു പവിത്രതയും സുഖവും ശാന്തിയും എല്ലാം ഉണ്ടായിരുന്നത്. ബാബ പറയാണ്, യാദ് ബി കർത്തേ ഹേ ഫലാന സ്വർഗവാസി ഹുവ സമജത്തെ കുച്ച് നഹി. ബാബ പറയുന്നത് ഇങ്ങനെയും ആളുകൾ പറയുന്നുണ്ട്, അതായത് ഇന്നയാള് സ്വർഗവാസിയായി, പക്ഷെ മനസ്സിലാക്കുന്നില്ല, ഒന്നും മനസ്സിലാക്കാതെയാണ് പറയുന്നത് ഇന്നയാള് സ്വർഗവാസിയായി. ജിസ്കോ ജോ ആയ കഹ് ദേത്തെ. ആർക്ക് അതായത് എന്താണോ തോന്നുന്നത് അത് പറയുന്നു. ബാബ പറയാ അർത്ഥ കുച്ച് നഹി, അതായത് യാതൊരു തരത്തിലുള്ള അർത്ഥവുമില്ല, എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് പറയുന്നു, ഒരു അർത്ഥമോ ഒന്നും അറിയുന്നില്ല എന്ന് പറയാ ബാബ. യഹ് ഹേ ഡ്രാമ, ഇതാണ് ഡ്രാമ എന്ന് പറയാ ബാബ, കാരണം ഇതൊക്കെ ഡ്രാമയിലുള്ളതാണ്. മീട്ടെ മീട്ടെ ബച്ചോം കോ ബുദ്ധി മേം ഗ്യാൻ ഹേ കി ഹം 84 കാ ചക്ര ലഗാത്തെ ഹേ. അതായത് മധുരമായ കുട്ടികൾക്ക് ബുദ്ധിയിലുണ്ട്, അതായത് നമ്മൾ 84 ജന്മത്തിന്റെ ചക്രം കറക്കുന്നു എന്ന കാര്യം ബുദ്ധിയിലുണ്ട്. അബി ബാപ്പ് ആയേ ഹേ പതീത് ദുനിയാസെ പാവൻ ദുനിയാമേ ലേ ജാനെ. ഇപ്പോ ബാബ അച്ഛൻ വന്നിരിക്കുകയാണ്. എന്തിനാണ് അച്ഛൻ വന്നിരിക്കുന്നത്? പതീതമായ ലോകത്ത് നിന്നും പാവനമായ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ. ബാപ്പ് കി യാദ് മേം രഹത്തെ ട്രാൻസ്ഫർ ഹോത്തെ ജാത്തെ ഹേ. ബാബ പറയാണ്, ബാബയുടെ ഓർമ്മയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ട്രാൻസ്ഫർ ആകും, അതായത് പുതിയ ലോകത്തിലേക്ക് ട്രാൻസ്ഫർ ആകും. കാട്ടേ സേ ഫൂൽ ബൻതേ ഹേ. ബാബ പറയുന്നത് നിങ്ങൾ മുള്ളിൽ നിന്നും പുഷ്പമായിട്ട് മാറും. ഫിർ ഹം ചക്രവർത്തി രാജ ബനേങ്കെ. പിന്നീട് നമ്മൾ ചക്രവർത്തി രാജാവായിട്ട് മാറും. ബനാനെ വാല ബാപ്പ് ഹേ. നമ്മളെ അങ്ങനെയാക്കി മാറ്റുന്നതാരാണ്? ബാബയാണ്. വഹ് പരം ആത്മാത്തോ സദൈവ് പ്യോർ ഹേ. ആ പരമാത്മാവ് സദാ പവിത്രമാണ്. വഹി ആത്തേ ഹേ പ്യോർ ബനാനെ. ബാബ എന്തിനാ വരുന്നത്? നമ്മളെയെല്ലാം പവിത്രമാക്കി മാറ്റാനാണ്. ബാബ സദാ പവിത്രമാണ്. അപ്പൊ ബാബ സദാ പവിത്രമായിട്ടിരിക്കുന്ന ഒരാൾക്ക് തന്നെയേ മറ്റുള്ളവരെ പവിത്രമാക്കി മാറ്റാനും സാധിക്കുള്ളൂ. അപ്പൊ സദാ പവിത്രമായിട്ടിരിക്കുന്ന ഒരേ ഒരാൾ ബാബ മാത്രമാണ്. അപ്പൊ ബാബ വരുന്നത് നമ്മൾ കുട്ടികളെ പവിത്രമാക്കി മാറ്റാനാണ്. സത്യയുഗമേ തും ഖൂബ്സൂരത് ബൻ ജായേങ്കെ. ബാബ പറയാണ്, സത്യയുഗത്തില് നിങ്ങൾ വളരെ മനോഹരമായിട്ട് മാറും. വഹാം നാച്ചുറൽ ബ്യൂട്ടി രഹതി ഹേ. സത്യയുഗത്തില് നാച്ചുറൽ ബ്യൂട്ടിയാണെന്ന് പറയാം, പ്രകൃതിദത്ത സൗന്ദര്യം എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ സത്യയുഗത്തിൽ അങ്ങനെയാണ്. ആജ്കൽ തോ ആർട്ടിഫിഷ്യൽ ശൃംഗാർ കർത്തേ ഹേന. അപ്പൊ ബാബ പറയാണ്, ഇന്ന് നോക്കൂ ഒരുപാട് കൃത്രിമമായ അലങ്കാരങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ക്യാ ക്യാ ഫാഷൻ നിക്കലാഹേ. ബാബ പറയുന്നത് എന്തൊക്കെ തരത്തിലുള്ള ഫാഷനുകളാണ് വരുന്നത്. കൈസി കൈസി ഡ്രസ് പഹൻതേ ഹേ. എങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെയാണ് ധരിക്കുന്നത്. ആകെ ഫീമെയിൽ ബഹുത്ത് പർദാമേ രഹത്തി ദി കി കോയി കി നസർ നാ പടേ. ബാബ പറയുന്നത് മുന്നൊക്കെയാണെങ്കിൽ ഈ സ്ത്രീകളുണ്ടല്ലോ
ആരുടെയും ദൃഷ്ടി പതിയാതിരിക്കാനൊക്കെ പർദ്ദയ്ക്കുള്ളിലായിരുന്നു. അബി തോ ഓർ ഹി കുലാ കർ ദിയാ ഹെ, ഇപ്പോ അങ്ങനെയൊന്നില്ലല്ലോ. തോ ജഹാം തഹാം ഗന്ധ് ബഡ് ഗയാ ഹെ, അതുകൊണ്ട് തന്നെ ബാബ പറയുന്നത് അവിടെ ഇവിടെയൊക്കെ അതിൻ്റെതായ അശുദ്ധിയൊക്കെ വന്നു. ബാപ്പ് കഹത്തെ ഹേ ഹിയർ നോ ഇവിൾ, ബാബ പറയാണ് നിങ്ങൾ മോശമായത് കേൾക്കരുത്. രാജാമേ പവർ രഹത്തി ഹെ, ബാബ പറയുന്നത് രാജാക്കന്മാരിലാണെങ്കിൽ ശക്തിയുണ്ട്. ഈശ്വരാർത്ഥ ദാൻ കർത്തേ ഹേ തോ ഉസ്മേം പവർ രഹത്തി ഹേ, ബാബ പറയുന്നത് നിങ്ങൾ ഈശ്വരാർത്ഥം എന്ത് ദാനം ചെയ്യുകയാണെങ്കിലും അതിൻ്റെതായ ശക്തി അതിലുണ്ടായിരിക്കും. യഹാം തോ കോയിമേം പവർ നെഹി ജിസ്കോ ജോ ആയ കർത്തേ രഹത്തെ ഹേ, ബാബ പറയാണ് ഇവിടെ നോക്കുകയാണെങ്കിലോ ആരിലും ഒരു ശക്തിയുമില്ല എന്ന് ബാബ പറയാ. ആർക്ക് എന്ത് തോന്നുന്നുവോ അത് ചെയ്യുന്നു, അത്രയുള്ളൂ. ബഹുത്ത് ഗന്ധേ മനുഷ്യഹെ, അതായത് വളരെ മോശമായ മനുഷ്യരാണെന്ന് ബാബ പറയാ. തും ബഹുത്ത് സൗഭാഗ്യശാലി ഹോ ജോ കിവയ്യാനെ ഹാത്ത് പകടാഹെ, ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികൾ വളരെയധികം സൗഭാഗ്യശാലികളാണെന്ന് പറയാ. കാരണം എന്തുകൊണ്ടാ? തോണിക്കാരനായ ബാബ നമ്മളെ കൈപിടിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പൊ നമ്മൾ ഏറ്റവും സൗഭാഗ്യശാലികളായിട്ടുള്ള കുട്ടികളാണ്. തും ഹി കൽപ്പ് കൽപ്പ് നിമിത്ത് ബൻതേ ഹോ, നിങ്ങൾ തന്നെയാണ് കൽപ്പകൽപ്പം നിമിത്തമായിട്ട് മാറുന്ന കുട്ടികൾ. തും ജാൻതേ ഹോ പഹലെ മുഖ്യ ഹേ ദേഹാഭിമാൻ ഉസ്കെ ബാദ് ഹി സബ് ബൂദ് ആതേ ഹേ, ബാബ പറയാണ് നിങ്ങൾക്ക് അറിയാം ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ദേഹാഭിമാനമാണ് അല്ലെ. ഫസ്റ്റ് വരുന്നത് അതാണ്, ദേഹാഭിമാനം. അതിനുശേഷമാണ് ബാബ പറയുന്നത് ബാക്കിയുള്ള ഭൂതങ്ങൾ വരാം. അപ്പൊ ആദ്യം ദേഹാഭിമാനം വരും, പിന്നീടാണ് ബാക്കിയുള്ള ഭൂതങ്ങളായ കാമക്രോധ ലോഭഹങ്കാരങ്ങളൊക്കെ വരുന്നത് അല്ലെ. അതായത് ശരീരബോധം വരുമ്പോഴാണ്, ശരീരത്തോടനുബന്ധിച്ചിട്ടുള്ളതാണ് ബാക്കിയെല്ലാ ഈ വികാരങ്ങളും. ആദ്യം വരുന്നത് ദേഹ അഭിമാനമാണ്. മെഹനത്ത് കർണി ഹേ അപ്നെ കോ ആത്മാ സമജ് ബാപ്പ് കോ യാദ് കരോ യഹ് കോയി കടുവി ദവായി നഹി ഹേ, ബാബ പറയുന്നത് നിങ്ങൾ പരിശ്രമിക്കുക തന്നെ വേണം. അതായത് സ്വയം ആത്മാവാന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഈ ഒരു കാര്യം നിങ്ങൾ പരിശ്രമിക്കുക തന്നെ വേണമെന്ന് ബാബ പറയാം. ഇത് അത്രയ്ക്കും എന്താ പറയാ, ബാബ പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അല്ലാതെ ബാബ പറയില്ലേ ഇത്രയ്ക്കും എന്താ പറയുക കടുത്തൊരു ഔഷധമൊന്നുമല്ല എന്ന് പറയാം. കടുത്ത ഔഷധം എന്ന് പറയുന്നത് ഇത് അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, എളുപ്പമാണെന്ന് ബാബ പറയാം. ഫിർ കിത്തനാ ഭി പൈദൽ ബാബാ കി യാദ് മേ കർത്തേ ജാവോ കബി ടാങ്കെ തക്കേഗി നഹി, ബാബ പറയുന്നത് പിന്നീട് നിങ്ങൾ എത്രത്തോളം ദൂരം നിങ്ങൾ ബാബയുടെ ഓർമ്മയിൽ നടന്നാലും നിങ്ങൾ ഒരിക്കലും ക്ഷീണിക്കില്ല എന്ന് ബാബ പറയാ. ഹൽക്കേ ഹോ ജായെങ്കിൽ നിങ്ങൾ വളരെ ലൈറ്റായിട്ടിരിക്കും അല്ലേ. ഇത് ബാബയുടെ ഓർമ്മയിൽ നമ്മൾ എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും എത്രമാത്രം ജോലികൾ അല്ലെങ്കിൽ എത്ര ദൂരം നടക്കുക ബാബയുടെ ഓർമ്മയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും ഒരു ക്ഷീണം അനുഭവപ്പെടില്ല. അത് സത്യമുള്ള കാര്യമാണ്. ബഹുത്ത് മദത് മിൽത്തി ഹേ, കാരണം എന്തുകൊണ്ടാ ബാബയിൽ നിന്ന് നമുക്ക് ഒരുപാട് സഹായം ലഭിക്കും. തും മാസ്റ്റർ സർവശക്തിവാൻ ബൻ ജാത്തേ ഹോ, ബാബ പറയുന്നത് നിങ്ങൾ മാസ്റ്റർ സർവശക്തിവാനായിട്ട് മാറുകയാണ്. തും ജാൻതേ ഹോ ഹം വിശ്വ കാ മാലിക് ബൻതേ ഹേ ബാപ്പ് കെ പാസ് ആയേ ഹേ ഓർ കോയി തക്ലീഫ് നഹി ദേത്തേ ഹേ, ബാബ പറയാണ് നിങ്ങൾ കുട്ടികൾക്കറിയാം നമ്മൾ വിശ്വത്തിന്റെ അധികാരിയായിട്ട് മാറുകയാണ്, ബാബയുടെ അടുത്തേക്ക് വരുന്നു. അതല്ലാതെ വേറെ ഇതിൽ കൂടുതൽ ഒരു ബുദ്ധിമുട്ടും ബാബ നൽകുന്നില്ല അല്ലെ. ബാബയെ കാണാൻ വരുമല്ലോ കുട്ടികൾ മധുബനിലേക്ക്. സിർഫ് ബച്ചോം കോ കഹത്തെ ഹേ ഹിയർ നോ ഇവിൾ, ബാബ വീണ്ടും തന്നെ പറയുന്നത് അതായത് കേവലം നിങ്ങൾ ഇത് മാത്രമാണ് ബാബ പറയുന്നത്, കാരണം നിങ്ങൾ മോശമായത് കേൾക്കരുത്. ജോ സർവീസ്ഫുൾ ബച്ചേ ഹേ ഉൻകെ മുഖസേ തോ സദൈവ് ജ്ഞാൻ രത്ന ഹി നിക്കലേങ്കെ, ബാബ പറയുന്നത് ആരാണോ സേവനയുക്തരായ കുട്ടികൾ അവരുടെ മുഖത്തിൽ നിന്നും സദാ എന്താണ് വരിക, ജ്ഞാനരത്നങ്ങൾ അല്ലെ. ബാബ നമുക്ക് തരുന്ന ജ്ഞാനത്തിന്റെ പോയിന്റ്സ് ആയിരിക്കും അവരുടെ വായിൽ നിന്നും സദാ വരിക. ജ്ഞാൻ കി ബാത്തോം കെ സിവായി
और कोई बात मुख से नहीं निकल सकती. ജ്ഞാനത്തിന്റെ കാര്യങ്ങളല്ലാതെ വേറെ യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും അവരുടെ വായിൽ നിന്ന് വരികയേയില്ല. അതായത് സേവനയുക്തരായ കുട്ടികളുടെ. തുമേം ബാഹ്വാത് ജർമുയി ജഗമുയി കി ബാത്തേ കബി നഹി സുന്നി ഹെ. ബാബ പറയുന്നത്, നിങ്ങൾ കുട്ടികൾ ഒരിക്കലും, അതായത് ഈ പരദൂഷണം, വ്യർത്ഥമായ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും കേൾപ്പിക്കരുത് എന്ന് ബാബ പറയാം. അതുപോലെ കേൾക്കാനും പാടില്ല. സർവീസ് കർണേ വാലോം കെ മുഖസെ സദൈവ് രത്ന ഹി നിക്കൽത്തെ ഹേ. അതായത് സേവനം ചെയ്യുന്നവരുടെ മുഖത്തിൽ നിന്നും സദാ രത്നങ്ങളായിരിക്കണം വരേണ്ടത്, അല്ലെ, ജ്ഞാനരത്നങ്ങൾ. ജ്ഞാൻ കി ബാത്തോം കെ സിവായി ബാക്കി ഹേ പത്തർ മാർന. ബാബ പറയുന്നത് ജ്ഞാനത്തിന്റെ കാര്യം, അതുകൂടാതെ പിന്നെ അടുത്തത് എന്താണ്? കല്ലെറിയുക. കല്ലെറിയുക എന്ന് പറയുന്നത് എന്താണ്? മറ്റുള്ളവരെ ഇങ്ങനെ കുറ്റം പറയുക, പരദൂഷണം പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, വ്യർത്ഥമായ കാര്യങ്ങൾ, ഇതെല്ലാം കല്ലെറിയലാണല്ലോ. പത്തർ നെഹി മാർത്തേ തോ സരൂർ ജ്ഞാൻ രത്ന ദേത്തേ ഹേ. യാ പത്തർ മാരേങ്കെ യാ അവിനാശി ജ്ഞാൻ രത്ന ദേങ്കെ. ബാബ പറയുന്നത് ഒന്നല്ലെങ്കിൽ കല്ലെറിയും, അല്ലെങ്കിൽ എന്താണ്? ജ്ഞാനരത്നം കൊടുക്കും. ബാബ ചോദിക്കുക, അപ്പൊ ഏതാ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾക്ക് ചെയ്യേണ്ടത് എന്താണ്? അവിനാശി ജ്ഞാനരത്നമായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പൊ ബാബ അതാ പറയുന്നത്, കല്ലെറിയുക അല്ലെങ്കിൽ അവിനാശി ജ്ഞാനരത്നം കൊടുക്കുക. അപ്പൊ ഏതെങ്കിലും ആണ് ചെയ്യുക, പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഏതായിരിക്കണം? സദാ അവിനാശി ജ്ഞാനരത്നങ്ങൾ, അല്ലെ? ബാബ നമുക്ക് തരുന്ന ഇത്രയും നല്ല ജ്ഞാനം, അതായിരിക്കണം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. ജിസ്കി വാല്യൂ കഥൻ നെഹി കർ സക്തേ. അതിന്റെ ഒരു വാല്യൂ ഉണ്ടല്ലോ, അത് നമുക്ക് തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. കാരണം ബാബ തരുന്ന ഓരോ മഹാവാക്യങ്ങൾക്കും അത്രയധികം മൂല്യമുണ്ട്. അതിന്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. അതാ ബാബ പറയുന്നത്, ബാ പാക്കർ അബി തുംകോ ജ്ഞാൻ രത്ന ദേത്തേ ഹേ. ബാബ വന്നിട്ട് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനരത്നങ്ങൾ നൽകുകയാണ്. ബച്ചേ ജാൻതേ ഹേ ബാബ ബഹുത്ത് ബഹുത്ത് മീഠാ ഹേ. കുട്ടികൾക്കറിയാം ബാബ വളരെ വളരെ മധുരമാണ്. ആദാ കൽപ്പ് ഗാത്തേ ആത്തേ ഹേ തും മാത പിതാ. അതായത് അരക്കൽപ്പമായിട്ട് നമ്മൾ ഭക്തി മാർഗത്തിൽ ഇങ്ങനെ പാടി വന്നിട്ടുണ്ടല്ലോ. അതായത് അങ്ങു തന്നെയാണ് മാതാവും പിതാവും സർവസ്വം അങ്ങു തന്നെയാണെന്ന് പാടി വന്നിട്ടുണ്ടല്ലോ. പരന്തു അർത്ത് കുച്ച് ബി നഹി സമജ്തേതേ. ബാബ പറയുന്നത്, പക്ഷെ നിങ്ങൾക്ക് അന്ന് അർത്ഥമൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ പാടുന്നുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് അർത്ഥമൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല എന്ന് പറയാ ബാബ. തോത്തെ മിസൽ സിർഫ് ഗാത്തേ രഹത്തേതേ. അതായത് ഈ തത്തയെ പോലെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം, അതേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. തും ബച്ചോം കോ കിത്തിനി ഖുഷി ഹോനി ചാഹിയേ. നിങ്ങൾ കുട്ടികൾക്ക് എത്രമാത്രം സന്തോഷമുണ്ടായിരിക്കണം, അല്ലെ? ഭക്തി മാർഗത്തില് അങ്ങു തന്നെയാണ് മാതാവും പിതാവും ബന്ധുവും സർവസ്വവും അങ്ങു തന്നെയാണ് നമ്മൾ പാടി വന്നു. അന്ന് അർത്ഥമൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഇന്ന് ആ ബാബ നമ്മളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്, സന്മുഖത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷമുണ്ടായിരിക്കണം എന്ന് ബാബ പറയാ. ബാബ ഹംകോ ബേഹദ് കാ വർഷ വിശ്വക്കി ബാദ്ഷാഹി ദേത്തേ ഹേ. ആ ബാബ വന്നിട്ട് നമ്മൾ കുട്ടികൾക്ക് പരിധിയില്ലാത്ത സമ്പത്ത്, അല്ലെ, വിശ്വത്തിന്റെ ചക്രവർത്തി പദവി നൽകുകയാണ്. 5000 വർഷ പെഹലെ ഹം വിശ്വക്കെ മാലിക് തേ. ബാബ പറയുന്നത് 5000 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കുട്ടികൾ വിശ്വത്തിന്റെ അധികാരികളായിരുന്നു. അബി നഹി ഹേ ഫിർ ബനേങ്കെ. ഇപ്പോ അധികാരമൊന്നുമില്ല, പക്ഷെ വീണ്ടും അതായി മാറണം. ശിവബാബ ബ്രഹ്മദ്വാര വർഷ ദേത്തേ ഹേ. ശിവബാബ ബ്രഹ്മാവിലൂടെയാണ് നമുക്ക് സമ്പത്ത് നൽകുന്നത്. ബ്രാഹ്മൺ കുൽ ചാഹിയേന. ബ്രാഹ്മണകുലം വേണമല്ലോ എന്ന് ബാബ പറയാം. ഭാഗീരഥ് കഹനെ സേ ബി സമജ് നാ സകെ ഇസ്ലിയെ ബ്രഹ്മ ഓർ ഉൻകാ ഫിർ ബ്രാഹ്മൺ കുൽ. ഇത് ബാബ പറയാണ്, ഭാഗീരഥൻ എന്ന് പറയുന്നതിലൂടെ മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ബാബ പറയാണ്, ബ്രഹ്മാവ് അതുപോലെ ബ്രാഹ്മണകുലം, അങ്ങനെ പറയുമ്പോൾ മനസ്സിലാകുമല്ലോ. അതാ ബാബ പറയുന്നത്, ഭാഗീരഥൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കില്ല, പക്ഷെ ബ്രഹ്മാവും പിന്നീട് ബ്രഹ്മാവിന്റെ ബ്രാഹ്മണകുലവും. ബ്രഹ്മ
तन में प्रवेश करते हैं इसलिए उनको भागीरथ कहा जाता है. അതായത് ഈ ബ്രഹ്മാവിന്റെ ശരീരത്തിലാണല്ലോ ശിവബാബ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഭാഗ്യശാലി രഥം എന്ന് പറയും. ഭാഗീരഥ് അല്ലെ, ഭാഗ്യശാലി രഥം. സ്വയം ഭഗവാൻ പ്രവേശിക്കുന്നതാണല്ലോ ആ ശരീരം. അതുകൊണ്ട് ഭാഗ്യശാലി രഥം എന്ന് പറയും. ബ്രഹ്മാക്കെ ബച്ചെ ബ്രാഹ്മൺ ഹെ, ബ്രഹ്മാവിന്റെ കുട്ടികള് ബ്രാഹ്മണരാണ്. ब्राह्मण है चोटी, विराट रूप में भी ऐसा होता है, ऊपर में बाबा, फिर സംഗമയുഗി ബ്രാഹ്മൺ जो कि ഈശ്വരീയ സന്താൻ ബനത്തെ ഹെ. ബാബ പറയുന്നത് വിരാട രൂപത്തിലും ഇങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. അതായത് ഏറ്റവും മുകളിൽ ബാബ, പിന്നീട് അതായത് ശിവബാബ, പിന്നീട് സംഗമയുഗി ബ്രാഹ്മണര് അല്ലെ. ആരാണോ ഈശ്വരീയ സന്താനങ്ങളായിട്ട് മാറുന്നത്, ഈ സംഗമയുഗത്തില് ആരാണോ ഈശ്വരീയ സന്താനങ്ങളായിട്ട് മാറുന്നത് അവരെയാണ് പിന്നീട് അതിന് താഴെ കാണിക്കുന്നത്. മുകളിൽ ശിവബാബ, പിന്നീട് ഈശ്വരീയ സന്താനങ്ങൾ, അതായത് സംഗമയുഗി ബ്രാഹ്മണര്. തും ജാൻതേ ഹോ അഭി ഹം ഈശ്വരീയ സന്താൻ ഹേ, ഫിർ ദേവിക് സന്താൻ ബനേംഗെ തോ ഡിഗ്രി കം ഹോ ജായേഗി. അപ്പൊ ബാബ പറയാണ്, ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്കറിയാം, അതായത് ഇപ്പോ നിങ്ങള് ഈശ്വരീയ സന്താനങ്ങളാണ്, പിന്നീട് ആറായിട്ട് മാറും, അതായത് ദൈവീക സന്താനങ്ങൾ. ഇപ്പൊ നമ്മള് ഈശ്വരന്റെ സന്താനങ്ങളാണ്, പിന്നീട് നമ്മൾ സത്യയുഗത്തിൽ വരുമ്പോ ദേവതകളായിട്ടാണല്ലോ, അതായത് ദൈവീക ഗുണങ്ങളുള്ളവരായിട്ടാണ്, അതായത് ദൈവീക സന്താനങ്ങളായിട്ടാണ് മാറുന്നത്. ആ ദൈവീക സന്താനങ്ങളായിട്ട് മാറുമ്പോ ബാബ പറയാണ് നമ്മുടെ ഡിഗ്രി കുറയും. യഹ് ലക്ഷ്മി നാരായൺ ബി ഡിഗ്രി കം ഹേ. ബാബ പറയാണ് ഈ ലക്ഷ്മി നാരായണനും ഡിഗ്രി കുറവാണ്. എന്തുകൊണ്ടാ ബാബ ഡിഗ്രി കുറവാന്ന് പറയുന്നത്? ക്യൂംകി ഇൻമേം ജ്ഞാൻ നഹി ഹേ. ലക്ഷ്മി നാരായണനിൽ ജ്ഞാനമില്ല. ഈ ജ്ഞാനം എപ്പോഴാണ് ലഭിക്കുന്നത്? ഇപ്പോഴാണ് അല്ലെ, ഈ സംഗമയുഗത്തിലാണ് ഈശ്വരൻ നമുക്ക് തരുന്ന ജ്ഞാനം നമുക്ക് ലഭിക്കുന്നത്. ഇതിനുശേഷം നമ്മൾ ഇതിന്റെ പ്രാപ്തി അനുഭവിക്കുന്ന സത്യയുഗത്തില് ലക്ഷ്മി നാരായണായിട്ട് മാറുന്ന ആ സമയത്ത് നമ്മളിൽ ഈ ജ്ഞാനം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ഡിഗ്രി കുറവാണ്. ജ്ഞാൻ ബ്രാഹ്മണോ മേഹേ. ബാബ പറയുന്നത് ജ്ഞാനം ബ്രാഹ്മണനിലാണ്. പരന്തു ലക്ഷ്മി നാരായൺ കോ അജ്ഞാനി നഹി കഹേങ്കെ. ബാബ പറയുന്നത് പക്ഷെ ലക്ഷ്മി നാരായണന്മാരെ അജ്ഞാനികൾ എന്ന് പറയില്ല അല്ലെ. ഇനോനെ ജ്ഞാൻ സേ യഹ് പദ് പായാ ഹെ. ബാബ പറയുന്നത് ഈ ലക്ഷ്മി നാരായണന്മാർ ഈ ജ്ഞാനത്തിലൂടെ തന്നെയാണ് ആ പദവി നേടിയത്. ഈ സംഗമയുഗത്തില് ഈ ജ്ഞാനം കേട്ടിട്ടാണ് അവർ ആ പദവി നേടിയിട്ടുള്ളത്. തും ബ്രാഹ്മൺ കിത്തനെ ഊഞ്ച് ഹോ ഫിർ ദേവത ബൻതേ ഹോ തോ കുച്ച് ബി ജ്ഞാൻ നഹി രഹതാ. അപ്പൊ ബാബ പറയുന്നത് നിങ്ങൾ ബ്രാഹ്മണ കുട്ടികൾ എത്ര ഉയർന്നവരാണ്. ബാബ എപ്പോഴും പറയും കൽപ്പം മുഴുവൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജന്മം ബ്രാഹ്മണ ജന്മമാണെന്ന് ബാബ പറയും. കാരണം ബ്രാഹ്മണർക്കാണ് ഫുള്ള് ജ്ഞാനമുള്ളത്. അപ്പൊ ബാബ പറയാണ് നിങ്ങൾ ബ്രാഹ്മണർ എത്ര ഉയർന്നവരാണ്. പിന്നീട് നിങ്ങൾ ദേവതയായിട്ട് മാറുമ്പോൾ നിങ്ങളിൽ ഈ ജ്ഞാനം ഒന്നും ഉണ്ടാകില്ല. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജ്ഞാനവും അപ്പം നമ്മളിൽ ഉണ്ടാകില്ല. ഉന്മേം ജ്ഞാൻ ഹോത്താ തോ ദൈവിക് വംശമേ പരമ്പരാസേ ചല ആത്ത. അഥവാ ഇപ്പോൾ ലക്ഷ്മി നാരായണന്മാരില് ഈ ജ്ഞാനമുണ്ടെന്ന് കരുതാം, അപ്പൊ പിന്നെ ഈ ജ്ഞാനം പരമ്പരയായിട്ട് വരുമല്ലോ. കാരണം അവരിൽ നിന്നും അടുത്തടുത്ത തലമുറയിലേക്ക് കൈമാറി പരമ്പരയായിട്ട് തീർച്ചയായിട്ടും വരും. അങ്ങനെ വരുന്നില്ലല്ലോ. അപ്പൊ അതിനർത്ഥം അവരിൽ ജ്ഞാനമില്ല. ഈ ഒരു സമയത്താണ് നമുക്ക് ജ്ഞാനം ലഭിക്കുന്നത്. മീട്ടെ മീട്ടെ സിക്കിലതേ ബച്ചോം കോ സബ് രാസ് സബ് യുക്തിയാ ബത്തലാത്തേ ഹേ. അപ്പൊ ബാബ പറയാണ് മധുരമായ കളഞ്ഞുപോയി കിട്ടിയ കുട്ടികൾക്ക് ഈ ബാബ എല്ലാ രഹസ്യങ്ങളും എല്ലാ യുക്തികളും പറഞ്ഞു തരികയാണ്. ട്രെയിൻ മേം ബൈഠേ ബി തും സർവീസ് കർ സക്തേ ഹോ. ബാബ പറയുന്നത് ട്രെയിനിൽ ഇരുന്നിട്ടും നിങ്ങൾക്ക് ഈ സേവനമെല്ലാം ചെയ്യാൻ കഴിയും. ഏക് ചിത്ര पर ही आपस में बैठ बात करेंगे तो डर आकर इकट्ठे होंगे. ബാബ പറയുന്നത് ഒരു ചിത്രത്തിന് മുകളിൽ നിങ്ങൾ പരസ്പരം ഇരുന്ന് നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പൊ അത് കേൾക്കുമ്പോൾ എന്താണ്, ഒരുപാട് മനുഷ്യർ അവിടെ ഒരുമിച്ച് കൂടും.
जो इस कुल का होगा वह अच्छी രീതി ധാരണ കർ പ്രജാ ബൻ ജായേഗ. ബാബ പറയുന്നത് അവരില് ആരാണോ നമ്മുടെ കുലത്തിലെ ഉള്ളത്, നമ്മുടെ കുലത്തിലേതുള്ളത് ആരാണോ അവര് നല്ല രീതിയിൽ ഇതെല്ലാം ധാരണ ചെയ്യും അല്ലെ. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും അവർ നല്ല രീതിയിൽ ധാരണ ചെയ്ത് അവരും പ്രജയായിട്ട് മാറും. ചിത്രത്തോ ബഹുത് അച്ചേ അച്ചേ ഹേ സർവീസ് കെ ലിയെ. ബാബ പറയുന്നത് സേവനത്തിനായിട്ട് ഒരുപാട് നല്ല നല്ല ചിത്രങ്ങളൊക്കെ ഉണ്ട്. ഹം ഭാരതവാസി പഹലെ ദേവി ദേവദാദേ. നമ്മൾ ഭാരതവാസി കുട്ടികള് ആദ്യം ആരായിരുന്നു? ദേവി ദേവതമാരായിരുന്നു. അബി തോ കുച്ച് നഹി ഹേ. ഇപ്പോ അതൊന്നുമില്ല എന്ന് പറയാ ബാബ. ഫിർ ഹിസ്റ്ററി റിപ്പീറ്റ് ഹോത്തി ഹേ. ഇനി വീണ്ടും ആ ചരിത്രം ആവർത്തിക്കുക തന്നെ ചെയ്യും. ബീച്ച് മേം യഹ് ഹേ സംഗം യുഗ് ജിസ്മേം തും പുരുഷോത്തം ബൻതേ ഹോ. ബാബ പറയുന്നത് അതിന്റെ ഇടയിലുള്ളതാണ് ഈ ഒരു ചെറിയ സംഗമയുഗം. ആ സംഗമയുഗത്തിലാണ് നമ്മൾ ആരായി മാറുന്നത്? പുരുഷോത്തമന്മാരായിട്ട് മാറുന്നതെന്ന് ബാബ പറയാം. അച്ഛാ, मीठे मीठे सिकिलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी माता पिता बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ഇനി ബാബ ധാരണയ്ക്കുള്ള മുഖ്യ പോയിന്റ് പറയാണ്. ഫസ്റ്റ് പോയിന്റ്, ജ്ഞാൻ കി ബാത്തോം കെ സിവായി ഓർ കോയി ബാത് മുഖ് സേ നഹി നിക്കൽനി ഹേ. ബാബ പറയുന്നത് ജ്ഞാനത്തിന്റെ കാര്യമല്ലാതെ വേറെ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും വായിൽ നിന്ന് വരരുത്. ജർമുയി ജഗമുയി കി ബാത്തേം കബി നഹി സുന്നി ഹേ. വ്യർത്ഥമായിട്ടുള്ളത്, അനാവശ്യമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഒരിക്കലും നിങ്ങൾ കേൾക്കരുത്. മുഗ്സെ സദൈവ് രത്ന നിക്കൽത്തെ രഹേ പത്തർ നെഹി. ബാബ പറയുന്നത് നിങ്ങളുടെ മുഖത്തിലൂടെ, നിങ്ങളുടെ വായിലൂടെ സദാ രത്നങ്ങളായിരിക്കണം വരേണ്ടത്, കല്ലുകളല്ല. കല്ലുകൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ പറ്റിയിട്ടുള്ള പരദൂഷണങ്ങള്, വ്യർത്ഥമായ കാര്യങ്ങള്, മോശമായ കാര്യങ്ങൾ, ഇതായിരിക്കരുത് ഒരിക്കലും വരേണ്ടത്. ജ്ഞാനരത്നങ്ങളായിരിക്കണമെന്ന് ബാബ പറയാം. സെക്കൻഡ് പോയിന്റ്, സർവീസ് കെ സാത്ത് സാത്ത് യാദ് കി യാത്രാ മേം രഹ് സ്വയം കോ നിരോഗി ബനാനാ ഹേ. ബാബ പറയുന്നത് സേവനത്തോടെ ഒപ്പം ബാബയുടെ ഓർമ്മയിലും ഇരിക്കണം. ആ ബാബയുടെ ഓർമ്മയിലുമിരുന്ന് സ്വയത്തിനെ നിരോഗിയാക്കി മാറ്റണം. അവിനാശി സർജൻ സ്വയം ഭഗവാൻ ഹമേ മിലാ ഹേ. 21 ജന്മ കെ ലിയെ നിരോഗി ബനാനെ. ബാബ പറയുന്നത് അവിനാശിയായ സർജൻ, അതായത് സ്വയം ഭഗവാൻ, ആ ഭഗവാനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഭഗവാൻ 21 ജന്മത്തേക്ക് നമ്മളെ നിരോഗിയാക്കി മാറ്റുന്നു. ഇസി നശേമേം വാ കുശീമേം രഹനാഹേ. ഈ ഒരു ലഹരിയിലും സന്തോഷത്തിലും ഇരിക്കണമെന്ന് ബാബ പറയാ. അതായത് അവിനാശിയായ സർജനെ, സ്വയം ഭഗവാനെയാണ് ലഭിച്ചിരിക്കുന്നത്. ആ ഭഗവാനാണ് 21 ജന്മത്തേക്ക് നമ്മളെ നിരോഗിയാക്കി മാറ്റുന്നത്. അപ്പൊ ആ ഒരു ലഹരിയിലും സന്തോഷത്തിലും ഇരിക്കാൻ ബാബ പറയാം. ഈ ബാബ വരദാനം പറയാണ്, ഹർ കർമ്മ മേം ഫോളോ ഫാദർ കർ സ്നേഹ കാ റെസ്പോണ്ട് ദേനെ വാലെ തീവ്ര പുരുഷാർത്ഥി ഭവ. അതായത് ബാബ പറയാണ്, ഓരോ കർമ്മത്തിലും ബാബയെ ഫോളോ ചെയ്ത്, അച്ഛനെ പിന്തുടരുന്ന ആ സ്നേഹത്തിന്റെ ആ ഒരു റെസ്പോണ്ട് ഉണ്ടല്ലോ, ആ സ്നേഹത്തിന്റെ നമ്മളെന്താണ്, നമുക്ക് എത്ര സ്നേഹം കിട്ടുന്നുവോ അതുപോലെ നമ്മൾ തിരിച്ചു കൊടുക്കുമല്ലോ. ആ ഒരു സ്നേഹത്തിന്റെ ഒരു റെസ്പോണ്ട് കൊടുക്കുന്നവരായ തീവ്ര പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ എന്ന് ബാബ പറയാം. ഇത് ബാബ അതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നത്, ജിസ്സെ സ്നേഹ ഹോത്താ ഹേ ഉസ്കോ ഓട്ടോമാറ്റിക്കലി ഫോളോ കർണ ഹോത്താ ഹേ. ബാബ പറയുന്നത് ആരോടാണോ നമുക്ക് സ്നേഹമുള്ളത് അവരെ നമ്മൾ എന്താണ്, സ്വാഭാവികമായിട്ടും അവരെ നമ്മൾ ഫോളോ ചെയ്യും, പിന്തുടരും. സദാ
യാദ് രഹേ കി യഹ് കർമ്മ ജോ കർ രഹേ ഹേ യഹ് ഫോളോ ഫാദർ ഹേ. ബാബ പറയുന്നത് സദാ നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കണം. അതായത് ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഈ കർമ്മം ഞാൻ ഫോളോ ഫാദർ ആണോ ചെയ്യുന്നത്, അതായത് ഇത് അച്ഛൻ ചെയ്യുന്ന കർമ്മമാണോ. നമ്മുടെ ഓരോ കർമ്മം നോക്കണം, ഈ കർമ്മം ഈശ്വരീയ കർമ്മമാണോ അതോ മോശമായതാണോ തെറ്റായതാണോ, അത് ശ്രദ്ധിക്കണം. അഗർ നെഹി ഹേ തോ സ്റ്റോപ്പ് കർദോ. അഥവാ അതല്ല എങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യൂ. ഇപ്പോൾ മോശമായൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓർമ്മയിൽ വരണം, ഈ മോശമായ കാര്യം പറയുന്നത് അച്ഛനെ ഫോളോ ചെയ്യലാണോ, അതല്ലല്ലോ. അപ്പം മനസ്സിലാക്കണം, അപ്പം അതിനെ സ്റ്റോപ്പ് ചെയ്യണം. അതാ ബാബ പറയുന്നത്. ഓരോ കർമ്മം ചെയ്യുമ്പോഴും നമ്മൾക്ക് ശ്രദ്ധ വേണം, ഞാനിത് അച്ഛനെ ഫോളോ ചെയ്യുന്നതാണോ, അല്ല എങ്കിൽ അപ്പം സ്റ്റോപ്പ് ചെയ്യാൻ പറയാ ബാബ. ബാപ്പ് കോ കോപ്പി കർത്തേ ബാപ് സമാൻ ബനോ. ബാബ പറയുന്നത് ബാബയെ നിങ്ങൾ കോപ്പി ചെയ്യൂ, അങ്ങനെ ബാബയ്ക്ക് തുല്യമായി മാറൂ. कॉपी करने के लिए जैसे कार्बन पेपर डालते हैं वैसे अटेंशन का पेपर डालो तो कॉपी हो जाएगा. അപ്പം ബാബ പറയുന്നത് നമ്മൾ കോപ്പി ചെയ്യാൻ കാർബൺ പേപ്പറൊക്കെ വെക്കുമല്ലോ അല്ലേ, ഒരു പേപ്പർ കാർബൺ പേപ്പർ താഴെ വെച്ച് നമ്മൾ എഴുതാറുണ്ടല്ലോ കോപ്പി ചെയ്യാൻ. അപ്പം ബാബ പറയുന്നത് ഇവിടെ എന്താണ്, അറ്റൻഷൻ ആകുന്ന പേപ്പർ വെക്കൂ, ശ്രദ്ധയാകുന്ന, അതായത് ഓരോ കർമ്മം ചെയ്യുമ്പോഴും ശ്രദ്ധയാകുന്ന പേപ്പർ, ശ്രദ്ധയാകുന്ന കാർബൺ പേപ്പർ വെക്കാനാണ് ബാബ പറയുന്നത്. കാരണം ഓരോ കർമ്മത്തിലും, അതായത് ഇപ്പോൾ ചിന്തിക്കുക എന്ന് പറയുന്നതും കർമ്മമാണ്, ചിന്തിക്കുക, പറയുക, ചെയ്യുക എല്ലാം കർമ്മം. അപ്പോൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും അറ്റൻഷൻ ആകുന്ന പേപ്പർ വെക്കണം. അപ്പോൾ ബാബയെ കോപ്പി ചെയ്യാൻ ഈസിയാണ് അല്ലേ, കാരണം ശ്രദ്ധ വേണം നമുക്ക്, അപ്പോഴേ ബാബയെ കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ. അശ്രദ്ധരായിരുന്നാൽ ബാബയെ കോപ്പി ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ബാബ പറയാണ്, क्योंकि अभी ही तीव्र पुरुषार्थी बन स्वयं को हर शक्ति से संपन्न बनाने का समय है. ബാബ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്, ഇപ്പോഴാണ് തീവ്ര പുരുഷാർത്ഥിയായി മാറി സ്വയത്തില് എല്ലാ ശക്തികളാലും സമ്പന്നമാക്കേണ്ട സമയം, അതിപ്പോഴാണ്. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ഓരോ കർമ്മത്തിലും നിങ്ങൾ ബാബയെ കോപ്പി ചെയ്യൂ. अगर स्वयं स्वयं को संपन्न नहीं कर सकते हो तो सहयोग लो. ബാബ പറയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് സ്വയം സമ്പന്നമാകാൻ സാധിക്കുന്നില്ല അല്ലെ, സ്വയം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ബാബ പറയും നിങ്ങൾ സഹയോഗം എടുക്കൂ. നെഹീത്തോ ആകെ ചൽ ടു ലേറ്റ് ഹോ ജായെങ്കെ. ഇല്ലെങ്കിൽ ബാബ പറയുന്നത് മുന്നോട്ട് പോകുമ്പോൾ ടു ലേറ്റ് ആയി പോകും അല്ലേ. ഇപ്പം മുതലേ നമ്മൾ തീവ്ര പുരുഷാർത്ഥിയായിട്ട് മാറണം, ബാബയെ കോപ്പി ചെയ്തുകൊണ്ടിരിക്കണം. അല്ല അന്തിമത്തിൽ ചെയ്യാന്ന് കരുതിയെങ്കിൽ ബാബ പറയുന്നത് ടു ലേറ്റ് ആയി പോകും അല്ലെ, സമയമെല്ലാം കഴിഞ്ഞു പോകും. സ്ലോഗൻ, സന്തുഷ്ടതാ കാ ഫൽ പ്രസന്നതാ ഹേ, പ്രസന്ന ചിത്ത് ബന്നെ സേ പ്രശ്ന സമാപ്ത് ഹോ ജാത്തെ ഹേ. ബാബ പറയുന്നത് സന്തുഷ്ടതയുടെ ഫലം എന്ന് പറയുന്നത് പ്രസന്നതയാണ്. പ്രസന്ന ചിത്ത ആയിട്ടിരുന്നാൽ ബാബ പറയുന്നത് പ്രശ്നങ്ങളെല്ലാം സമാപ്തമാകും അല്ലെ. സദാ പ്രസന്ന ചിത്തം ആയിട്ടിരിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും സമാപ്തമാകുമെന്ന് ബാബ പറയാം. ഇനി ബാബ അവ്യക്ത സൂചന തരാണ്, കിസി കംസോർ ആത്മാ കി കംസോരി കോ നാ ദേക്കോ. അതായത് ദുർബലരായ ആത്മാക്കളുണ്ടല്ലോ, അവരുടെ ദുർബലതയെ ഒരിക്കലും കാണരുത്. യഹ് സ്മൃതിമേം രഹേ കി വെറൈറ്റി ആത്മായേം ഹേ. ബാബ പറയുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ സ്മൃതിയിൽ വെക്കൂ, ആത്മാക്കള് വൈവിധ്യമാർന്നവരാണ് അല്ലെ, എല്ലാവരിലും വ്യത്യസ്തതയാണ്. സബ്കെ പ്രതി ആത്മീക് ദൃഷ്ടി രഹേ. എല്ലാവരെയും പ്രതി നിങ്ങൾ എന്താ വെക്കേണ്ടത്, ആത്മീയ ഭാവന, ആത്മീയ ദൃഷ്ടി. അതല്ലാതെ അവരുടെ ദുർബലതയല്ല കാണേണ്ടത്, അവരെ ആത്മാവായിട്ട് കാണാം. ആത്മീയ ഭാവം അല്ലെങ്കിൽ ആത്മീക ദൃഷ്ടിയോടെ വേണം കാണാൻ. ആത്മാക്കെ രൂപമേം ഉൻകോ സ്മൃതിമേം ലാനേസെ പവർ ദേ സക്കേങ്കെ. അവരെ ആത്മരൂപത്തിൽ അവരെ കാണുമ്പോൾ നമുക്ക് അവർക്ക് ശക്തി കൊടുക്കാൻ സാധിക്കും. അവരുടെ ശരീരബോധത്തിലൂടെ കാണുമ്പോഴാണ് അവരിലുള്ള ദുർബലതകൾ കുറവുകളൊക്കെ നമ്മൾക്ക് ഓർമ്മ വരിക.
പക്ഷെ അതും ഒരു ആത്മാവാണ്. അങ്ങനെ ആത്മീയ ദൃഷ്ടിയോടെ അവരെ കാണുമ്പോൾ, അല്ലെങ്കിൽ ആത്മരൂപത്തിൽ അവരെ കൊണ്ടുവരുമ്പോൾ അത് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ശക്തി കൊടുക്കാൻ പറ്റുമെന്ന് ബാബ പറയാ. ആത്മാ ബോൽ രഹി ഹേ, ആത്മാ കെ യഹ് സംസ്കാർ ഹേ, യഹ് പാഠ പക്കാ കരോ തോ സബ്കെ പ്രതി സ്വതഹേ ശുഭഭാവന രഹേഗി. ബാബ പറയുന്നത് ആത്മാവാണ് സംസാരിക്കുന്നത്, ആത്മാവിൻ്റെയാണ് സംസ്കാരം. ഇങ്ങനെയുള്ള പാഠങ്ങളെല്ലാം നിങ്ങൾ പക്കയാക്കി കൊണ്ടുപോകൂ. അപ്പം എന്താണ്? എല്ലാവരെ പ്രതിയും സ്വതവേ നമുക്ക് ശുഭഭാവന വെക്കാൻ സാധിക്കും അല്ലേ? ആത്മരൂപത്തിൽ കാണുമ്പോഴാണ് ശുഭഭാവന വെക്കാൻ സാധിക്കുള്ളൂ. ഇനി മമ്മയുടെ പോയിന്റാണ്. അതായത് മമ്മയുടെ ഓരോ ദിവസം മമ്മയുടെ ഓരോരോ ഗുണങ്ങളാണല്ലോ പറയുന്നത്. ഇന്ന് ബാബ പറയുന്നത് മധുരമായ സംസാരം, ശാന്തമായ സ്വരം. ഈ ഒരു ഗുണത്തിലൂടെ സൈലൻസിന്റെ ശക്തിയാൽ സമ്പന്നയായിരുന്നു മമ്മ. അതായത് മമ്മയുടെ സംസാരം വളരെയധികം, ആ സംസാരത്തില് വളരെയധികം മധുരതയുണ്ടായിരുന്നു. അതുപോലെ മമ്മ വളരെ ശാന്ത സ്വരത്തിലാണ് സംസാരിച്ചിരുന്നത്. കൂടാതെ എത്ര ആവശ്യമുണ്ടോ അത്രയേ സംസാരിച്ചിരുന്നുള്ളൂ. ആവശ്യത്തിൽ കൂടുതലുള്ള സംസാരം മമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. മമ്മ ഒരിക്കലും ഉറക്കെ ചിരിച്ചിരുന്നില്ല. വളരെ മധുരമായ പുഞ്ചിരി, അതായിരുന്നു മമ്മയുടെ ചിരി. മമ്മയുടെ വാക്കിൽ സാഗരത്തിന്റെ ആഴവും ആകാശത്തിന്റെ ഉയരവും ഗംഗയുടെ ഒഴുക്കും കാണപ്പെട്ടിരുന്നു. അതു കേൾക്കുന്നവർക്ക് വളരെയധികം ആകർഷിതരാകുമായിരുന്നു. അതുമാത്രമല്ല വളരെ ആശ്വാസവും ലഭിക്കുമായിരുന്നു. കേൾക്കുന്നവർക്ക് വളരെ ആകർഷണവും തോന്നിയിരുന്നു, ആശ്വാസവും ലഭിക്കുമായിരുന്നു. അതുപോലെ ബാബ പറയാണ്, നമ്മൾ കുട്ടികളും അതുപോലെ വളരെ കുറച്ച് വാക്കുകൾ മാത്രം പ്രയോഗിക്കുക, സംസാരത്തിന്റെ മഹത്വം മനസ്സിലാക്കി ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. ഇതാണ് മമ്മയുടെ ഇന്നത്തെ പോയിന്റ്. ഓക്കെ. ഓം ശാന്തി. ഓം ശാന്തി. ഓം ശാന്തി.